ശ്രീനാരായണ ധർമ്മ പഠന ശിബിരത്തിൻ്റെ ഭാരവാഹികളെ, ഇവിടെ എത്തിയിരിക്കുന്ന ശ്രോതാക്കളെ, ഇനി ഇത് യൂട്യൂബിലോ മറ്റോ ലോഡ് ചെയ്ത് കേൾക്കാൻ സാധ്യതയുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നാനാജാതി മതസ്ഥരായ നിവാസികളെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധവും ചോരക്കറയും ഒഴുകിയ ഒന്നാണ് മതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുള്ള യുദ്ധങ്ങൾ. ഇപ്പോഴും മതങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീന നാട്ടിൽ ഓൾറെഡി 40,000 പേർ മരിച്ചു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ആ ചോരപ്പുഴയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ദുരുപയോഗം ചെയ്യുന്നതും നിങ്ങൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ കാലികമായ ഒരു വിഷയമാണ്. ഗുരുദേവൻ്റെ ചിന്താസരണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ മതത്തിനും ജാതിക്കും അപ്പുറത്തായി മനുഷ്യനെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം. ഗുരുദേവൻ്റെ പരസ്യ ജീവിതത്തെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള 3 കാലഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ആദ്യം അരുവിപ്പുറം പ്രതിഷ്ഠ തൊട്ട് 1886 തൊട്ട് 1902 SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വരുന്നവരുള്ള 1-ാം ഘട്ടവും, ശ്രീനാരായണ SNDP യോഗം ഉണ്ടായ ശേഷം സർവമത സമ്മേളനം വരെയുള്ളത് 2-ാം ഘട്ടവും, ഗുരുദേവൻ്റെ സമാധി വരെയുള്ള 1928 ഒരു കാലഘട്ടം 3-ാമത്തെ ഘട്ടവുമാണ്. പക്ഷേ ഈ 3 ഘട്ടങ്ങളിലും ഗുരുദേവൻ പറയുന്ന കാതലായ ഒരു ആശയമാണ് എനിക്ക് പ്രസംഗിക്കാനായി തന്നിരിക്കുന്നത്. അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുന്നോക്ക ജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഗുരുദേവനെ എതിർത്തു. പക്ഷേ ഗുരുദേവൻ ആ പ്രതിഷ്ഠയെ ന്യായീകരിച്ചു. പക്ഷേ ന്യായീകരിച്ച പ്രോസസ്സിൽ ഒരു ബ്രാഹ്മണൻ എഴുതിയൊരു പുസ്തകത്തിൽ ഗുരുദേവനെ പറ്റി വലിയൊരു തെറ്റെഴുതി വെച്ചു. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു എന്നാണ് ഈ ബ്രാഹ്മണൻ എഴുതി വെച്ച പുസ്തകത്തിൽ പറയുന്നത്. എനിക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാചകമാണ് ഗുരുദേവൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഇത് തെറ്റായൊരു വ്യാഖ്യാനമാണ്. ആ പ്രതിഷ്ഠയിൽ അങ്ങോട്ട് തുടങ്ങി ഗുരുദേവൻ വളരെ ശ്രദ്ധേയമായി വളർന്ന് നമ്മുടെ ആലുവയിലെ അദ്വൈത സമ്മേളനത്തിനെത്തിയപ്പോൾ വളരെ ശ്രദ്ധേയമായി ഗുരുദേവൻ ആശയങ്ങളെ രൂപീകരിക്കുകയാണ്. അരുവിപ്പുറത്ത് സ്പർശിച്ചപ്പോൾ ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം ആണിത് എന്നാണ്. ജാതിഭേദത്തിനും മതദ്വേഷത്തിനും എതിരായി ലോകത്തെ ഒന്നിപ്പിക്കാനുള്ള വലിയ സന്ദേശമാണ് അരുവിപ്പുറത്ത് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. എന്നാൽ സർവമത സമ്മേളനം വന്നപ്പോൾ ഗുരുദേവൻ വളരെ ശ്രദ്ധേയമായി പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആ സർവമത സമ്മേളനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇന്ന് എനിക്ക് പ്രസംഗ വിഷയമായി തന്നിരിക്കുന്ന വിഷയം. പൊരുതി ജയിക്കുന്നത് അസാധ്യമാണ്. ഒരു മതം മറ്റൊരു മതത്തെ പൊരുതി തോൽപ്പിക്കുകയോ ആ മതത്തെ അസ്തപ്രജ്ഞമാക്കാനോ കഴിയില്ല. മതത്തിൻ്റെയും അതുപോലെയുള്ള ഫിലോസഫികളുടെയും ലക്ഷ്യം ലോകത്ത് സ്നേഹം പടരാനും അതിലൂടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്നേഹവും സമാധാനവും എല്ലാ മതങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായ ഒരു സംഭവമാണ്. ആ വലിയ സ്നേഹത്തിൻ്റെ സന്ദേശത്തിലേക്ക് എല്ലാ മതങ്ങളും എത്തിച്ചേരണമെന്നും അത് പരസ്പരം യുദ്ധം ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ലെന്നും ഗുരുദേവൻ വളരെ കൃത്യമായി പറഞ്ഞ ആ കവിവചനമാണ് നാം ഇന്ന് ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ മതങ്ങൾക്കപ്പുറത്തായി ഒന്നായി മതം കാണണം. മതങ്ങൾ നടത്തിയ കൂട്ടക്കൊലക്കിടയ്ക്കാണ് കാർൾ മാർക്സ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി, മതം മനുഷ്യൻ്റെ മനം മയക്കുന്ന കറുപ്പാണ് എന്നാണ്. ഓപ്യം അല്ലെങ്കിൽ കറുപ്പ് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സാധനമാണ്. പക്ഷേ ആ ദീർഘായുസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കറുപ്പ് മനുഷ്യൻ്റെ മനം മയക്കുന്ന ഒന്നാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചു. ആ മതങ്ങളുടെ വലിയ കൂട്ടക്കൊലകൾക്കിടയിൽ ശ്രദ്ധേയമായി വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ സിനിമാ പാട്ടിൽ നമ്മളോട് പറഞ്ഞു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു എന്ന് വയലാർ സിനിമാ പാട്ടിലൂടെ നമ്മളോട് പറഞ്ഞു. ഇത് മതവിദ്വേഷത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് കാർൾ മാർക്സും വയലാർ രാമവർമ്മയും പറഞ്ഞ 2 വാചകങ്ങൾ. പക്ഷേ ഗുരുദേവൻ എന്താണ് ഇതിൽ കൃത്യമായി അർത്ഥമാക്കിയത്? അത് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്ന എളിയ ദൗത്യം. മതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? മതങ്ങൾ ഉണ്ടായതിനെപ്പറ്റി ശ്രദ്ധേയമായ ഒരു ചരിത്രം
അർണോൾഡ് ജെ ടോയിൻബി അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ചരിത്രം 12,000 പേജുകൾ എഴുതിയ വിശാലമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ടോയിൻബി പറയുന്നു, ആദിമകാലത്ത് മതങ്ങൾ 600 കൊല്ലം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച പുതിയ മതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ AD വർഷങ്ങൾ എത്തിയപ്പോഴേക്കും മതങ്ങളുടെ ആവിർഭാവവും പുതിയതും ഉണ്ടാവുന്നത് 300 കൊല്ലമായി ചുരുങ്ങി. 18-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും അത് 100 കൊല്ലത്തെ സൈക്കിളുകളായി മാറി എന്നാണ് ടോയിൻബിയുടെ വിശ്വപ്രസിദ്ധമായ തീസിസ്. ലോകത്തിലെ മതങ്ങളുണ്ടായത് എന്നാണ്? ലോകത്തിലെ മതങ്ങളുണ്ടായത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു മതം ഉണ്ടാകുമ്പോൾ അതൊരു തീസിസാണ്. ഒരു തീസിസ് ഉണ്ടാവുമ്പോൾ അതിനൊരു ആൻറ്റി തീസിസ് ഉണ്ട്. ഈ തീസിസും ആൻറ്റി തീസിസും കൂടി യുദ്ധം ചെയ്യുമ്പോൾ അത് സിന്തസിസായി പുതിയ മതമായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ഈ തീസിസ്, ആൻറ്റി തീസിസ് ആൻഡ് സിന്തസിസിൻ്റെ പ്രോസസ്സിലാണ് മതങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി മതങ്ങൾ ഉത്ഭവിക്കുകയാണ്. ഈജിപ്തിൻ്റെ മണ്ണിൽ അന്നാണ് ഫറോ മീൻസ് എന്ന രാജാവ് ജീവിച്ചിരുന്നത്. ഫറോ മീൻസിൻ്റെ ഭരണപ്രകാരം അദ്ദേഹം നൈൽ നദിക്ക് ഡാമുകൾ കെട്ടി നൈൽ നദിയിലെ വെള്ളത്തെ തിരിച്ചുവിട്ട് മരുഭൂമിയായ ഈജിപ്തിനെ സമ്പൽ സമൃദ്ധമാക്കി മാറ്റി. അതുകൊണ്ടാണ് ഈജിപ്തുകാർ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് ഈജിപ്തിനെ വിളിക്കുന്നത്. അങ്ങനെ ഫറോ മീൻസ് ഉണ്ടാക്കിയ മതം ഈജിപ്തിലെ പ്രൈമോർഡിയൽ റിലിജനായി മാറി, ആദിമ റിലിജനായി മാറി. മെസപ്പൊട്ടേമിയൻ സമതലങ്ങളിൽ അന്ന് വളരെ പ്രസിദ്ധമായ ഒരു മതവിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രളയത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. അത് നോഹയുടെ പ്രളയം എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു പ്രളയത്തിൻ്റെ രൂപാന്തരത്തിൽ വരികയാണ്. ഇത് ലോകമെങ്ങും ഉണ്ടായ ഒരു ഫിനോമിനനാണ്. ഈജിപ്തിൽ അത് മീൻസ് ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വരുമ്പോൾ മനു ആയി, ഗ്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ മീനോസായി, വേദപുസ്തകത്തിൽ വരുമ്പം അത് നോഹ അല്ലെങ്കിൽ നൂ ആയി മാറി. അപ്പോൾ ഈജിപ്തിലെ മീൻസും ഗ്രീക്കുകാരുടെ അവരുടെ മനു അതേ അക്ഷരമുള്ള വാക്കുകളാണ്, മീനോസ്. ഇന്ത്യയിൽ മനു, വേദപുസ്തകത്തിൽ നു. ഇതെല്ലാം ഒരേ കഥയുടെ വിവിധ രൂപാന്തരങ്ങളാണ്. അങ്ങനെ ബാബിലോണിലെ ഫ്ലഡ് മിത്തിൽ തുടങ്ങുന്ന ഒരു മതമുണ്ടായി ബാബിലോണിൽ. ഇന്ത്യയിൽ ആ കാലഘട്ടത്തിലാണ് സൈന്ധവ നദീതട സംസ്കാരം ഉണ്ടാകുന്നത്. സൈന്ധവ നദീതട സംസ്കാരം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അത് BC 2400 പീക്ക് ചെയ്തു. അത് കഴിഞ്ഞ് BC 1800 തന്നെ അത് നശിക്കാൻ തുടങ്ങി. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അതിൻ്റേതായ ഒരു മതസങ്കല്പം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പശുപതി എന്നും നമ്മൾ പിന്നെ ലിംഗാരാധന എന്നൊക്കെ പറയുന്ന വലിയൊരു ഭാവം അത് കൃത്യമായി ഉണ്ടായി. അങ്ങനെ 5000 വർഷത്തിന് മുമ്പ് ലോകമെങ്ങും മതങ്ങൾ ആവിർഭവിച്ചു. പിന്നെ ഒരു 600 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ മതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടായി. ആ രൂപാന്തരം ഉണ്ടായപ്പോൾ വളരെ പ്രധാനമായിട്ടുണ്ടായ രൂപാന്തരം ഈജിപ്തിലുണ്ടായ അമൂൻ എന്ന് പറയുന്ന ദേവസങ്കല്പമാണ്. അമൂൻ ദേവസങ്കല്പത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അമൂൻ യാമൂൻ നദിയുടെ തീരത്താണ്. പലരും പറയുന്നു ഭഗവാൻ കൃഷ്ണനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ യമുനാനദിയുടെ തീരത്ത്, ഇദ്ദേഹം യാമൂൻ നദിയുടെ തീരത്ത്. ഭഗവാൻ കൃഷ്ണൻ കാർമുകിൽ വർണ്ണനാണ്, അമൂനും കാർമുകിൽ വർണ്ണനാണ്. ഭഗവാൻ കൃഷ്ണൻ വിവാഹം കഴിച്ച അത്രയും വിവാഹമാണ് അമൂൻ കല്യാണം കഴിക്കുന്നത്. രസകരമായ കമ്പാരിസണാണ്, അത് പൊട്ടാൻ കൂടെ ഞാൻ കയറുന്നില്ല. അങ്ങനെ ആമൂൻ വർഷപ്പിൻ്റേതായ ഒരു വലിയ മതമുണ്ടായി. ബാബിലോണിൽ വളരെ ശ്രദ്ധേയമായ അടുത്ത രൂപാന്തരം സംഭവിക്കുകയാണ്. ആ വലിയ രൂപാന്തരത്തിൻ്റെ ഭാഗമായി ബാബിലോണിലെ മദർ ഗോഡസ് അല്ലെങ്കിൽ പിന്നീട് ഇസ്താർ എന്ന് വിളിച്ച ദൈവസങ്കല്പത്തിലേക്ക് മാറുന്ന ഒരു മതമുണ്ടായി. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പീക്കാണ് BC 2400. 2400 ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മതം പുതിയ രൂപവും ഭാവവും പ്രാപിക്കുകയാണ്. അങ്ങനെ ലോകത്തിൽ ഉടനീളം പുതിയ മതങ്ങൾ ഉണ്ടാവുന്നു BC 2400 ആയപ്പോഴേക്കും. പിന്നെ ഒരു 600 വർഷം കഴിയുമ്പോൾ BC 1800 മാറുകയാണ്. BC 1800 ആയപ്പോൾ ഈജിപ്തിലെ താ റിലിജൻ എന്ന് പറയുന്ന പുതിയ മതം ഉണ്ടായി. ഇന്ത്യയിൽ ഋഗ്വേദത്തിൻ്റെ മതം, വേദിക് റിലിജൻ എന്ന് പറയുന്ന മതം BC 1800 രൂപാന്തരം പ്രാപിച്ച് ഋഗ്വേദവും മറ്റ് വേദങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയ മതമായി രൂപാന്തരപ്പെട്ടു. എന്നാൽ ബാബിലോണിലെ സമതലങ്ങളിൽ പുതിയ മതത്തിന് ആവിർഭാവം ഉണ്ടായി. ആ വലിയ മതമാണ് മാലാഖയുടെ വിശ്വാസത്തിലുള്ള, പ്രൈമൽ മദർ ഗോഡസിൻ്റെ വിശ്വാസത്തിലുള്ളത്, മർഡൂക്കിൻ്റെ വിശ്വാസത്തിലുള്ള പുതിയ ഒരു മതവിശ്വാസം. BC 1800 കഴിഞ്ഞ് വീടൊരു 600 വർഷം കഴിഞ്ഞപ്പം ലോകത്ത് BC 1200 ആയപ്പോൾ പുതിയ മതങ്ങളുടെ ആവിർഭാവമായി. ഈജിപ്തിൽ ഏകദൈവ വിശ്വാസം കൊണ്ടുവന്ന
പ്രസിദ്ധനായ ഫറോ രാജാവ് ഉണ്ടായി, അക്കനാത്തൻ എന്ന് പറയുന്ന രാജാവ്. അക്കനാത്തൻ പറഞ്ഞു, ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ, അത് സൂര്യഭഗവാനാണ്. ആ സൂര്യഭഗവാനെ ആറ്റൻ എന്ന് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം സൂര്യഭഗവാനെ ആരാധിക്കുന്ന ഒരു റിലീജിയസ് ബിലീഫ് ഈജിപ്തിലെ മണ്ണിൽ അദ്ദേഹം ഉണ്ടാക്കി. ബാബിലോൺ ആയപ്പോഴേക്കും ബാബിലോണിലെ പുതിയ മതം, അസീറിയൻ മതം ഉൾപ്പെടെയുള്ള മതങ്ങൾ രൂപാന്തരം പ്രാപിച്ചു. ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ ഇതിഹാസിക് റിലിജൻ, രാമായണവും മഹാഭാരതവും അടിസ്ഥാനമായ BC 1400 അടുത്ത് നടന്ന മഹാഭാരത യുദ്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇതിഹാസിക് റിലിജൻ ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടായി. പേർഷ്യയിലാകട്ടെ സ്വരാഷ്ട്രർ എന്ന് പറയുന്ന ഒരു ഋഷീശ്വരൻ ജീവിച്ചിരിക്കുകയും അദ്ദേഹം സതുരഷ്ട്ര മതം അല്ലെങ്കിൽ സ്വരാഷ്ട്രീയൻ മതം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ BC 1200, അപ്പോൾ BC 1800 എബ്രഹാം ജീവിച്ചിരുന്നത്. അബ്രാം എന്ന യഹൂദന്മാരും എബ്രഹാം എന്ന ക്രിസ്ത്യാനികളും ഇബ്രാഹിം എന്ന മുസ്ലിങ്ങളെയും വിളിക്കുന്ന അബ്രഹാം. ഈ അബ്രഹാമിക് റിലിജനാണ് വേദപുസ്തകത്തിൽ BC 1800 ഉണ്ടായത്. BC 1700 ആയപ്പോഴേക്കും മോശയുടെ രംഗപ്രവേശനമായി. ഈജിപ്തിൽ നിന്ന് മോശ യഹൂദന്മാരെ മോചിപ്പിച്ചുകൊണ്ട് കനാൻ ദേശത്തേക്ക് വരികയും അവിടെ യഹൂദ മതത്തിന്, നമ്മൾ കാണുന്ന യഹൂദ മതത്തിന് അടിസ്ഥാനമിടുകയും 10 കൽപ്പനകളുടെ അടിസ്ഥാനമായ ഒരു മതം രൂപീകരിക്കുകയും ചെയ്തു. BC 1200 കഴിഞ്ഞ് വീണ്ടും ഒരു 600 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ മതം കൊണ്ട് ഉത്ഭവമായി. ചൈനയിലെ കൺഫ്യൂഷ്യസ് തുടങ്ങിയ പുതിയ മതം, താവോയിസം എന്ന് പറയുന്ന, കൺഫ്യൂഷ്യനിസവും താവോയിസവും 2 മതങ്ങളുണ്ടായി. ഇന്ത്യയിലെ ഹിന്ദു മതത്തിന് റിസർജൻസ് ഉണ്ടാവുകയും തത്ഫലമായി 2 മതങ്ങൾ രൂപീകരിച്ചു. ഒന്നാണ് ജൈനമതം എന്ന് പറയുന്ന മതം, രണ്ടാമത്തത് ഭഗവാൻ ബുദ്ധൻ ജനിക്കുകയും ബുദ്ധമതം എന്നൊരു മതം ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്തു. അസീറിയൻ റിലിജൻ അസുർബാനിബാലിൻ്റെ കാലത്ത് പുതിയ രൂപവും ഭാവവും ഉണ്ടാക്കി ബാബിലോണിൽ. ഈ കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ പ്രസിദ്ധമായ മായ ആദിവാസികളുടെ റിലിജൻ ഫോം ചെയ്യുന്ന അഷ്ടക്കൻ മായ റിലിജൻ. അവരുടെ പ്രധാന ദൈവം സർപ്പമായിരുന്നു. കൊട്സാൽക്കോട്ടൽ എന്ന് പറയുന്ന സർപ്പത്തെ ആണ് അവരുടെ പ്രധാന ദേവൻ. അങ്ങനെ അമേരിക്കൻ റിലിജൻസിന് ഉത്ഭവം കുറിക്കുകയാണ്. പിന്നെ ഒരു 600 വർഷം കഴിഞ്ഞപ്പോഴേക്കും AD 1-ാം നൂറ്റാണ്ട് ആയി. ആ സമയം യേശുക്രിസ്തു ജനിക്കുകയും ക്രിസ്തുമതം എന്ന വലിയ മതത്തിന് ആവിർഭാവം ഉണ്ടാവുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിന് പ്രസിദ്ധമായൊരു സ്പ്ലിറ്റ് ഉണ്ടായി. അതാണ് മഹായാന ബുദ്ധിസം. ബുദ്ധൻ പറഞ്ഞു, ദൈവത്തെപ്പറ്റി പറയേണ്ട, നിങ്ങൾ നല്ല മനുഷ്യരായി ജീവിച്ചാൽ മതി, സ്വർഗ്ഗോട്ടയിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. തെറ്റ് ചെയ്താൽ ഇഹലോകവും പോയി പരലോകവും പോയി, നന്മ ചെയ്താൽ ഇഹലോകം നല്ലതാവും പരലോകം ഉണ്ടാവും. ഗോഡിനെ പറ്റി പറയേണ്ട എന്ന് പറഞ്ഞ അഗ്നോസ്റ്റിക് റിലിജനാണ് ബുദ്ധമതം. പക്ഷേ ആ ബുദ്ധമത വിശ്വാസികൾ ബുദ്ധൻ ദൈവമാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. നമ്മുടെ നാഗാർജുന എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധനായ ഒരു സന്യാസിയാണ് ഈ മഹായാന ബുദ്ധിസം ഉണ്ടാക്കിയത്. ഹീനയാനാൻ മഹായാന, അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈജിപ്തിനെയും അതിനോടൊപ്പമുള്ള പ്രദേശങ്ങളെയും റോമൻ റിലിജൻ ടേക്ക് ഓവർ ചെയ്തു. BC 600 റോമൻ റിലിജൻ ഉണ്ടായത്. അത് ഈജിപ്തും ചുറ്റുമുള്ള സ്ഥലങ്ങളും പിടിച്ചെടുത്തു. റോമൻ റിലിജൻ മിത്രായിസമാണ്. മിത്രായിസം ആൻഡ് സോളാർ വർഷിപ്പ്. സൂര്യഭഗവാനും ഋഗ്വേദത്തിലെ മിത്രനുമാണ് ഈജിപ്തിലെ പ്രധാന ദൈവങ്ങൾ, അല്ല ഈ റോമിലെ പ്രധാന ദൈവങ്ങൾ. ആ ദൈവങ്ങളിലുള്ള വിശ്വാസം വെച്ചിട്ട് അവരെ പിടിച്ചെടുക്കുകയാണ് സംഭവിച്ചത്. പക്ഷേ 2000 ആണ്ട് ആയപ്പോഴേക്കും ഈ റിലിജൻ തീസിസ് ആൻഡ് ആൻറ്റി തീസിസ് സിന്തസിസ് ആകുന്ന പ്രോസസ്സ് 300 കൊല്ലമായിട്ട് ചുരുങ്ങി 600-300 വർഷമായി. അങ്ങനെ AD 3-ാം നൂറ്റാണ്ടായപ്പോൾ വളരെ വലിയ മാറ്റം ഉണ്ടായി. റോമാ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് വന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ശ്രമഫലമായി മിത്രായിസത്തെയും നേത്താലിസോളിസ് ഇൻവിക്റ്റ് ചെയ്യുന്ന സൂര്യഭഗവാനെയും ക്രിസ്തുമതം വിഴുങ്ങി. അങ്ങനെ ക്രിസ്തുമതം വിഴുങ്ങിയ ശേഷം ഈജിപ്തും റോമും ഗ്രീസും ക്രിസ്തുമതത്തിൻ്റെ രൂപത്തിലായി. ക്രിസ്തുമതത്തിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടായി. ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള വലിയ സ്പ്ലിറ്റ് ഉണ്ടായി AD 300 ആയപ്പോഴേക്കും. വളരെ പ്രസിദ്ധമായ മറ്റു മതങ്ങളിലും ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് AD 300 ആയപ്പോഴേക്കും. AD 600-700 ആയപ്പോഴേക്കും അടുത്ത ടേണിങ്ങാണ്. ബുദ്ധമതത്തിൽ വളരെ പ്രധാനമായ പുതിയൊരു ബുദ്ധമതം ഉണ്ടായി. അതാണ് വജ്രയാന ബുദ്ധിസം. ഈ വജ്രയാന ബുദ്ധിസത്തിനെതിരെ വളരെ ശ്രദ്ധേയമായ മലയാളികളായി ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ രംഗത്ത് വന്നു. AD 758 മുതൽ AD 820 വരെയാണ് ശങ്കരാചാര്യരുടെ കാലഘട്ടം. അദ്ദേഹം അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് ഈ ബുദ്ധമതത്തെ വിഴുങ്ങി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതമായിരുന്ന ബുദ്ധമതം ശങ്കരാചാര്യരുടെ ആ
ശങ്കരാചാര്യരെ പലരും കപട ബുദ്ധ എന്ന് വിളിക്കുന്നതാണ്. ഈ ബുദ്ധമതത്തെ കോപ്പി ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിൽ സ്വാംശീകരിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ബുദ്ധമതം തകർന്നു. പക്ഷേ ബുദ്ധമതം മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ ബുദ്ധമതം ഒരു ഏഷ്യാറ്റിക് വലിയ ഇന്ത്യയുടെ തീരത്തുനിന്ന് ഏഷ്യ മുഴുവൻ വ്യാപിച്ച ഒരു മതമായി മാറി. AD 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും AD 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈജിപ്തും ഉത്തര ആഫ്രിക്കയും ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനത്തിലേക്ക് വരികയാണ്. എന്നാൽ AD 7-ാം നൂറ്റാണ്ടെന്ന ഏറ്റവും വലിയ സംഭവം പ്രവാചകനായ മുഹമ്മദ് നബി ജനിക്കുകയും അദ്ദേഹം ഇസ്ലാം മതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇത് ഇന്ന് 200 കോടി ആളുകൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവമാണ് AD 7-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത്. അങ്ങനെ വജ്രയാന ബുദ്ധിസവും ഇസ്ലാം മതവും നോർത്ത് ആഫ്രിക്കയുടെ ചേഞ്ച് വെക്കാണ് 7-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത്. AD 10-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും മതങ്ങൾക്ക് അടുത്ത ആവിർഭാവം ഉണ്ടായി. ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഇസ്ലാം മതം ഉത്തരാഫ്രിക്ക മുഴുവൻ പിടിച്ചെടുത്തു, സെൻട്രൽ ഏഷ്യ മുഴുവൻ പിടിച്ചെടുത്തിട്ട് വളരെ ശ്രദ്ധേയമായി അത് 3 ഭൂഖണ്ഡങ്ങളുടെ മതമായി മാറി. ഇസ്ലാം മതം അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറുകൾ കടന്ന് ഇന്ത്യയിലേക്ക് എത്തി. ഗസ്നികളുടെയും ഗോറികളുടെയും ആക്രമണത്തിൽ ഉത്തരേന്ത്യ മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് പോകുന്ന വലിയ സ്വാധീനത്തിലാവുന്ന വലിയൊരു കാലഘട്ടം. ക്രിസ്തു മതത്തിലന്ന് വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടായി. AD 1054 ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ, അതായത് ഉക്രൈനും റഷ്യയും ഉൾപ്പെട്ട മുഴുവൻ ഭൂപ്രദേശവും ടർക്കിയും ഓർത്തഡോക്സ് സഭയുടെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സ്വാധീനത്തിലായി AD 1054. ഈ സമയത്ത് ഹിന്ദുമതത്തിൽ മഹാനായ രാമാനുജം ജനിച്ചു. അദ്ദേഹമാണ് വളരെ പ്രസിദ്ധമായ സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തത്തിന് ഒരു പുതിയ ആവിർഭാവമുണ്ടായി. അതാണ് ദ്വൈതമതം. ആ ദ്വൈതമതത്തിലൂടെ ശ്രീപെരുമ്പുതൂറിൽ രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിച്ച സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ താമസമൊക്കെ. രാമാനുജൻ്റെ വലിയ ഫിലോസഫി ഉണ്ടായി. ഇതേ സമയം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ ഒരു 300 വർഷം കഴിഞ്ഞ് 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്ത്യയിലെ സിഖ് മതം എന്നൊരു മതമുണ്ടായി, വളരെ ശ്രദ്ധേയമായി. ഇസ്ലാം തുർക്കി പിടിച്ചെടുക്കുകയും തുർക്കിയിൽ നിന്ന് ക്രിസ്തു മതത്തെ ബാനിഷ് ചെയ്ത് തുർക്കി ഇസ്ലാം മതത്തിൻ്റെ സ്വാധീനത്തിലേക്ക് വരികയും ചെയ്തു. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്ന സ്പെയിനും പോർച്ചുഗലും പിടിച്ചെടുത്തു. ഫെർണാണ്ടോ ഡി സവല പിടിച്ചെടുക്കുകയും ഇസ്ലാം മതം യൂറോപ്പിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ആഫ്രിക്കയിലേക്ക് പോവുകയും ചെയ്തു. ക്രിസ്തുമതം അമേരിക്കയിൽ ചെന്നു. അഷ്ടക്കുകളെ പിടിച്ചെടുത്തു, അവരുടെ മതമില്ലാതാക്കി. മായന്മാരെ പിടിച്ചെടുത്തു, അവരുടെ മതമില്ലാതാക്കി. തെക്കേ ഇന്ത്യയിൽ ചെന്ന് ഇങ്കാകളെ പിടിച്ചെടുത്തു, ഇങ്കാ മതമില്ലാതാക്കി. ഉത്തര അമേരിക്കയും തെക്കേ അമേരിക്കയും കംപ്ലീറ്റ് ക്രിസ്തുമതത്തിൻ്റെ കയ്യിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. ലോകമെങ്ങും വലിയ മാറ്റമുണ്ടാക്കിയ മറ്റൊരു സംഭവം ക്രിസ്തുമതത്തിൻ്റെ വലിയ സ്പ്ലിറ്റാണ്. 1517 മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിൻ്റെ 95 തീസിസിലൂടെ കത്തോലിക്കാ സഭയെ വെല്ലുവിളിക്കുകയും പ്രൊട്ടസ്റ്റന്റ് സഭകൾ വേർതിരിയുകയും ചെയ്തു. ഇന്ന് ഉത്തര അമേരിക്കയും ഓസ്ട്രേലിയയും ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് പ്രാധാന്യമുള്ള വലിയ മാറ്റമുണ്ടായി 16-ാം നൂറ്റാണ്ടിൽ. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ 300 വർഷം, അടുത്ത 300 വർഷമായപ്പോൾ 18-ാം നൂറ്റാണ്ടായി. 18-19 നൂറ്റാണ്ടായപ്പം പുതിയ മതങ്ങളുടെയും ഒക്കെ ആവിർഭാവം ഉണ്ടായി. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് 1854 തുടങ്ങിയ നിരീശ്വരവാദികളുടെ മതമാണ്, എത്തയിസ്റ്റുകൾ എന്ന് പറയുന്ന മതം. ചാൾസ് ബ്രോഡ്ലോ എന്നൊരാളായിരുന്നു നിരീശ്വര മതത്തിൻ്റെ തുടക്കം 1854. അടുത്തതായി എക്കണോമിക്സിൽ വലിയ മാറ്റമുണ്ടായി. അങ്ങനെ വന്നതാണ് കാറൽ മാർക്സ്. സോഷ്യലിസവും കമ്മ്യൂണിസവും ഉൾപ്പെട്ട മതത്തെ ഒരു മയക്കുമരുന്നിനെ പോലെ കരുതിയ മാർക്സിസത്തിൻ്റെ വരവ്. ഈ സമയത്താണ് സൈക്കോ അനാലിസിസ് തിയറിയിലൂടെ സൈക്കോളജിയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കി. ഇങ്ങനെ വലിയ നിഹിലിസ്റ്റിക് റിലിജൻസ് ഒരുപാടുണ്ടായി. പക്ഷെ അതേസമയം ഉണ്ടായ മറ്റൊരു മതമാണ് ബഹായിസം. ബഹായികൾ എല്ലാ മതങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടൊരു മതം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇത് 15-ാം നൂറ്റാണ്ടിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ ദിൻ-ഇ-ലാഹി ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും എല്ലാം നന്മകളെ സ്വാംശീകരിച്ച് അക്ബർ ഒരു മതമുണ്ടാക്കി. 1581 ദിൻ-ഇ-ലാഹി എന്ന മതം. ലോകത്തിലുണ്ടായ മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മതം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അക്ബർ ഉണ്ടാക്കിയ ദിൻ-ഇ-ലാഹിയാണ്. ആ ഉഗ്ര മതമായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞു നിർബന്ധിച്ച് ആരെയും ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ മതം ചത്തുപോയി. 20 കൊല്ലം മതം നിന്നുള്ളൂ, ആപ്പീസ് പൂട്ടിപ്പോയി. അതുപോട്ടെ, അത് ബഹായിസം ഉണ്ടായി. ഈ നിഹിലിസ്റ്റിക് റിലിജിയൻസ് 3 ഉണ്ടായി, കമ്മ്യൂണിസവും എത്തയിസ്റ്റ്സും ഒക്കെ ഉൾപ്പെട്ട ഭാഗങ്ങൾ.
അത് കഴിഞ്ഞ് മതങ്ങളുടെ ആവിർഭാവം 100 വർഷമായി കുറയുകയാണ്. 1960s തൊട്ട് വലിയ മാറ്റങ്ങൾ. കത്തോലിക്കാസഭയുടെ വത്തിക്കാൻ സുനഹദോസ് ഉപയോഗിച്ച് കത്തോലിക്കാസഭ മാറുന്നു. ലോകത്തിലെ ക്രൈസ്തവ സഭകളെ എല്ലാം കൂടെ വിളിച്ചു ചേർത്തിട്ട് ലോക ക്രൈസ്തവരുടെ കൗൺസിൽ 1954 തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധേയമായി ലോകത്തിലെ മതങ്ങൾക്കൊക്കെ ആവിർഭാവമുണ്ടായി, ഒരു ഐക്യരൂപമുണ്ടായി. ഐക്യരൂപമുണ്ടാക്കി അതിൻ്റെ പരിണിത ഫലം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഹൂദന്മാർ അവരുടെ രാജ്യം എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് വരികയും യഹൂദ മതത്തിൻ്റെ പുനർസൃഷ്ടി സംഭവിക്കുകയും ചെയ്യുന്നത്. ഇതിങ്ങനെ ലോക ചരിത്രത്തിൽ മതങ്ങൾ ഉണ്ടാവുകയും വളരുകയും ചെയ്യുന്ന 2000 കൊല്ലത്ത് മുമ്പ് 600 വർഷത്തെ രൂപാന്തരണം, പിന്നെ 300 വർഷത്തെ രൂപാന്തരണം, അങ്ങനെ ഇപ്പോൾ 100 കൊല്ലമായി ചുരുങ്ങിയിരിക്കുന്ന രൂപാന്തരണം. അപ്പോൾ 300 മതങ്ങളുള്ള ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഞാൻ സമയക്കുറവുകൊണ്ട് ചെറിയ രൂപത്തിൽ സംക്ഷിപ്തമാക്കി വിവരിച്ചത്. ഈ മതങ്ങൾ ഉണ്ടാവുമ്പോഴും മതങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോഴും ലോകത്തിൽ രക്തപ്പുഴ ഒഴുകിയിട്ടുണ്ട്. വിശാലമായ രക്തപ്പുഴ ഒഴുകിയ ഒന്നാണ് മതങ്ങൾ തമ്മിലുള്ള സമരം. ഇത് മഹാനായ ഗുരുദേവൻ കൃത്യമായി പഠിക്കുകയും ഗുരുദേവൻ ഈ മതങ്ങൾക്കപ്പുറത്തായി മനുഷ്യനെ യോജിപ്പിക്കണം തീരുമാനിക്കുകയും ചെയ്തതനുസരിച്ചിട്ടാണ് മഹത്തായ ഈ കവി വചനം ഗുരുദേവൻ എഴുതി നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യന് ഒരു മതം മതി, ഒരു ജാതി മതി, മനുഷ്യനെല്ലാം കൂടി യോജിച്ച് ഒന്നായി വന്നു ചേരണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മതങ്ങൾ വളരെ ശ്രദ്ധേയമായി പ്രാർത്ഥിക്കാൻ ആചാരങ്ങളുണ്ടായി. ഒരാചാരം മറ്റൊരു ആചാരത്തേക്കാൾ നല്ലതാണെന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഓരോ മതം ഉണ്ടായ സ്ഥലത്ത് അവിടെ അവൈലബിളായ കാലാവസ്ഥയിൽ അവിടെ അവൈലബിളായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ മതവും പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു മതത്തിൻ്റെ വിശ്വാസം വേറൊരു മതം പറയും അന്ധവിശ്വാസമാണ്. ഒരാളുടെ വിശ്വാസം വേറൊരാൾക്ക് അന്ധവിശ്വാസമാണ്. ഒരാളുടെ അന്ധവിശ്വാസം വേറൊരാൾക്ക് വിശ്വാസമാണ്. ഒരാളുടെ മന്ത്രം മറ്റവന് മന്ത്രവാദമാണ്. ഒരാളുടെ മന്ത്രവാദം മറ്റൊരാൾക്ക് മന്ത്രമാണ്. അപ്പോൾ ഇതിനപ്പുറത്തായി മനുഷ്യനെ ചിന്തിക്കാൻ കഴിയണം. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ മതങ്ങൾ പറയുന്ന ചെറിയ ആചാരങ്ങൾക്കകത്ത് ഒരു വിശ്വാസംഹിതയ്ക്കകത്ത് മനുഷ്യൻ കിടന്ന് യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിച്ച ഈ അപകടം. മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് 6 ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് ഫ്ലവേഴ്സ്, വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്സ്, വർഷിപ്പ് വിത്ത് ഡാൻസ്, വർഷിപ്പ് വിത്ത് മ്യൂസിക്. 6 തരത്തിലാണ് മതങ്ങൾ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അതിലേറ്റവും ആദ്യത്തേതാണ് വർഷിപ്പ് വിത്ത് ഫയർ, തീ കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നമ്മളെന്താ ചെയ്ത് വിളക്ക് കത്തിച്ച് അഗ്നിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അഗ്നിദേവനെ അല്ല നമ്മൾ സ്തുതിച്ചത്, വരുന്ന പ്രകാശത്തെ ആണ്. ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ മന്ത്രം അസതോമാ സദ്ഗമയ എന്നാണ്. തമസോമാ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്നാണ്. അപ്പോൾ ഈ അഗ്നി ഭൂമിയിലേക്ക് വന്നത് ഈശ്വരൻ്റെ ഒരു ദാനമാണെന്നാണ് മനുഷ്യൻ്റെ വിശ്വാസം. മനുഷ്യൻ കണ്ടുപിടിച്ച അത്ഭുതമാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. മനുഷ്യനിങ്ങനെ പാറയൊക്കെ ഉരച്ചൊരച്ച് തീ ഉണ്ടാക്കി, അല്ലെങ്കിൽ കാട്ടുതീ ഉണ്ടാവുന്ന ഈ കാട്ടിൽ ജീവിച്ച മനുഷ്യന് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ മനുഷ്യൻ ഈ തീ ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ ആ തീ കൊണ്ട് നമ്മൾ വർഷിപ്പ് ചെയ്യണം. അങ്ങനെയുള്ള വലിയ വർഷിപ്പിന് ഈ തീ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു മനുഷ്യൻ ഗ്രീക്ക് പുരാണത്തിൽ പ്രോമത്യൂസ് ആയിരുന്നു. പ്രോമത്യൂസിനെ മറ്റേ ദേവന്മാർ പിടിച്ചു കെട്ടി. നീ എന്തിനാണ് ആ മനുഷ്യൻ ഈ അഗ്നി കൊണ്ട് കൊടുത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അയാളെ പിടിച്ചു കെട്ടി. ടാന്റാലസ് ഹെല്ലിൻ്റെ പ്രസിദ്ധമായ കഥയുണ്ടായി. നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ പുരാണങ്ങളിൽ അഗ്നി ഭൂമിയിൽ കൊണ്ടു കൊടുത്ത മനുഷ്യനെ ദേവന്മാരെന്ത് ചെയ്തെന്ന് നമ്മൾ പുരാണത്തിൽ വായിക്കുന്നില്ലേ? അതായത് അഗ്നി മനുഷ്യന് കിട്ടിയത് റവല്യൂഷനാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതാണ് അഗ്നിയുടെ വരവിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നി കൊണ്ടുള്ള ആരാധന കണ്ടുപിടിച്ചത് ആര്യന്മാരാണ്. ഈ ആര്യന്മാർ ഇന്ത്യയിൽ വന്ന ഹിന്ദുക്കളുടെ പൂർവികരായി, യൂറോപ്പിൽ പോയി അവിടുത്തെ ജർമാനിക് റേസസിൻ്റെ പൂർവികരായി, അങ്ങനെ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഈ അഗ്നി കൊണ്ടുള്ള ആരാധന ഹിന്ദുക്കളുടെ ജീവിതത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു വിളക്ക് കത്തിച്ച് കുട്ടിയെ കാണിക്കും. കുട്ടി കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന ഒരു വെളിച്ചമാണ്. വെളിച്ചം കണ്ടിട്ടാണ് കുട്ടി ജീവിതം തുടങ്ങുന്നത്. കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു അഗ്നി കൊണ്ടുണ്ടാക്കും. അവിടെ ചെറുക്കനും പെണ്ണും കൈക്ക് പിടിച്ച് 3 തവണ വലം വെക്കും. ഇത് ഹിന്ദുമതത്തിലെ ആരാധനയാണ്. ഈ ആരാധനയിൽ നിന്നാണ് ഇംഗ്ലീഷിൽ പോലും വാക്കുകളുണ്ടായത്. ഹസ്ബൻഡ് എന്ന വാക്ക് ഹസ്തബന്ധ, മറ്റൊരാളുടെ കൈ പിടിക്കപ്പെട്ടവൾ എന്നാണ്, പിടിക്കുന്നവനെന്നാണ് ഹസ്ബൻഡ്. ഇംഗ്ലീഷിൽ
വധുവിനെ വിളിക്കുന്ന പേരാണ് ബ്രിഡസ്ത. ബ്രിഡസ്ത എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കയ്യിൽ കൈ കൊടുത്തവളെന്നാണ് ബ്രിഡസ്ത. അതിനകത്ത് ബ്രൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹസ്ബൻഡും ബ്രൈഡും പോലും ഈ അഗ്നിക്ക് ചുറ്റും നടക്കുന്ന ഒരു ആചാരത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അഗ്നിസാക്ഷിയായിട്ടാണ് വിവാഹം. ഹിന്ദുക്കൾ പറയും അഗ്നിസാക്ഷിയായിട്ട് വിവാഹം. മരിച്ചാൽ ഈ ആളിൻ്റെ ശരീരം കൊണ്ടുവന്ന് അഗ്നിയിൽ വെക്കും. അഗ്നി ശരീരത്തെ ഭസ്മമാക്കി ആത്മാവിനെ കൊണ്ട് പരലോകത്തേക്ക് പോകുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ജനിക്കുമ്പോൾ അഗ്നി, കല്യാണം കഴിക്കുമ്പോൾ അഗ്നി, മരിക്കുമ്പോൾ അഗ്നി. ഹിന്ദുക്കളുടെ എല്ലാ പ്രാർത്ഥനയും യാഗവും യജ്ഞവുമാണ്. ഒരു അഗ്നി കൊണ്ടുണ്ടാക്കി അതിനകത്ത് നമ്മൾ ഹോമിക്കുകയാണ്, ഹോമമാണ്. ആ ഹോമം ചെയ്യുമ്പോൾ ഓരോ മന്ത്രവും ഒന്ന് അവസാനിക്കുന്നത് എന്താണ്? സ്വാഹ. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല കേട്ടോ. സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് കൺസ്യൂംഡ്. അഗ്നിദേവൻ പറയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്, നിൻ്റെ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ എല്ലാ മന്ത്രവും അവസാനിക്കുന്നത് അഗ്നിദേവൻ സ്വാഹ, ഞാൻ അതിനെ സ്വീകരിച്ചു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ഈ ആരാധനയുടെ പ്രധാനമാണ് അഗ്നി. ബാബിലോണിലെ ആരാധന എങ്ങനെയാണ്? അഗ്നി. റോമാസാമ്രാജ്യത്തിലെ സൂര്യഭഗവാന്റെ ആരാധന എങ്ങനെയാണ്? അഗ്നി കൊണ്ടുണ്ടാക്കി അതിനകത്താണ് ആഘോഷം. ആഫ്രിക്കക്കാരുടെ ആരാധന എങ്ങനെയാണ്? ഒരു അഗ്നി കൊണ്ടുണ്ടാക്കി അതിന് ചുറ്റും കിടന്ന് ട്രൈബൽ ഡാൻസ്, അഗ്നി ചുറ്റുമാണ് ഡാൻസ്. അഗ്നി അവരുടെ ആരാധനയുടെ ഭാഗമാണ്. വേദപുസ്തകത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അഗ്നിയായിട്ടാണ്. മോശ സീനായി മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു മരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ മരം പക്ഷേ ചാമ്പലാവുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി ദൈവം ഇതിനകത്തുണ്ടെന്ന്. പച്ചയായി പറഞ്ഞാൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് അഗ്നിദേവനായിട്ടാണ്. ക്രിസ്ത്യാനികൾ കേട്ട എന്നെ തല്ലിക്കൊല്ലാൻ വരും. അഗ്നിദേവനായിട്ടാണ് യഹൂദന്മാരുടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. രാജ്ഞിക്കെതിരെ ഭയങ്കര സമരം നടക്കുകയാണ്. അപ്പോൾ ഏശാ പ്രവാചകൻ, ഏലിയാ പ്രവാചകൻ ജീവരക്ഷാർത്ഥം ഓടിയേ മലമുകളിൽ ചെന്നു. അവസാനം ദൈവം പറഞ്ഞിട്ട് ഏലിയാ പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ ആരുടെ ദൈവമാണ് സത്യദൈവം തെളിയിക്കണം. ഏലിയാ പ്രവാചകൻ എന്ത് ചെയ്തു? നമുക്ക് ബലിയർപ്പിക്കാവുന്നതാണ്. അങ്ങനെ 3 കാളയെ വെട്ടി കഷ്ണമൊക്കെ ആക്കി ബാൽ ദേവൻ്റെ പുരോഹിതന്മാർ യജ്ഞപീഠം ഉണ്ടാക്കി. എന്നിട്ട് അവർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. ആകാശത്ത് അഗ്നി ഇറങ്ങിയില്ല. എന്നാൽ ഏലിയാ പ്രവാചകൻ ബാധിച്ചപ്പം ആകാശത്ത് അഗ്നി ഇറങ്ങി ബലിവസ്തുവിനെ സംഹരിച്ചു. അപ്പോൾ എൻ്റെ ദൈവമാണ് സത്യദൈവം എന്ന് ഏലിയാ തെളിയിക്കുന്നത് എങ്ങനെയാണ്? അഗ്നിയുടെ വരവിൽ നിന്നാണ് അത് തെളിയിക്കുന്നത്. മോശ 10 കൽപ്പന എഴുതി കൊടുത്തത് എങ്ങനെയാണ്? അഗ്നി വന്നിട്ടാണ്. ഇസ്രായേലിനെ മോശ നയിച്ചുകൊണ്ട് പാലസ്തീനിലേക്ക് വരികയാണ്. വേദോസ് എഴുതി വച്ചിരിക്കുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തൂണായും ദൈവം അവരുടെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം വരുന്നത് അഗ്നിത്തൂണായിട്ടാണ് വരുന്നത്. യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ നേരം തീ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതും അവസാനം അഗ്നികുണ്ഡത്തിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും ഏറ്റവും അവസാനം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് അഗ്നിനാളങ്ങളായി ശിഷ്യന്മാരുടെ എല്ലാം തലയിൽ വന്നിരുന്നു. ദൈവം അഗ്നിനാളമായിട്ടാണ് ശിഷ്യന്മാരുടെ തലയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുമതത്തിന് ഈ അഗ്നിയുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയറാണ്. അപ്പോൾ ലോകമെങ്ങും പല മതങ്ങളും അഗ്നി അവരുടെ ആരാധനാപരമായി മാറ്റി. അപ്പോൾ എവിടെയാണ് ഈ അഗ്നി ഉണ്ടാവുക? ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള സ്ഥലത്തെ അഗ്നി ഉണ്ടാക്കാനുള്ള ചൂടുള്ളൂ. അപ്പോൾ അന്റാർട്ടിക്കയിൽ അഗ്നിയോട് ആരാധന ഉണ്ടാക്കാൻ പറ്റുമോ? അന്റാർട്ടിക്കയിൽ തീ ഉണ്ടാക്കാൻ പറ്റുമോ? ഗ്രീൻലാൻഡിലെ എസ്കിമോസിന് അഗ്നി കൊണ്ട് ആരാധന ചെയ്യാൻ പറ്റുമോ? അവിടെ മുഴുവൻ മഞ്ഞ, അവിടെ തീ കത്തിക്കാൻ പറ്റുകയില്ല. അപ്പം ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് അഗ്നി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്താണ് അഗ്നി കൊണ്ടുള്ള ആരാധന മനുഷ്യൻ പഠിച്ചത്. രണ്ടാമത് മനുഷ്യൻ്റെ ആചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വെള്ളം കൊണ്ടുള്ള ആരാധന. ഈജിപ്തിലെ ആളുകൾ നൈൽ നദിയുടെ തീരത്ത് വരും. വെള്ളമെടുത്ത് അവർ തലയിലൊഴിച്ച് ശരീരം ക്ലീനാക്കി അവൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം നൈൽ നദി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായത്. ഗിഫ്റ്റ് ഓഫ് ദ നൈൽ ആണ് അവരുടെ ആരാധന. ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഗംഗാനദിയിലിറങ്ങി, ഗംഗാനദി പുണ്യനദിയാണ്, ആ വെള്ളം കോരി അങ്ങോട്ട് കുടിച്ച് ആരാധിക്കുകയാണ്. ഞാൻ ത്രിവേണി സംഗമം കാണാൻ പോയി. ത്രിവേണി സംഗമത്തിൽ ചെന്ന് ഞാൻ ആ ബോട്ടിലിരുന്നുകൊണ്ട് ത്രിവേണി സംഗമത്തിൽ വെള്ളത്തിലോട്ട് കൈയിട്ട് ആ ത്രിവേണിയിലെ വെള്ളത്തിൽ കൈയിട്ടപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ടങ്ങ് കയറിപ്പോയി. ഈ രോമമൊക്കെ എഴുന്നേറ്റിരിക്കാൻ നമ്മൾ വായിക്കത്തില്ലേ, കറക്റ്റ് എഴുന്നേറ്റിരിക്കുകയാണ്. കാരണം ആയിരക്കണക്കിന് ഋഷിമാർ പ്രാർത്ഥിച്ച, വേദവ്യാസൻ ഇറങ്ങി കുളിച്ച ഈ പുണ്യനദിയാണല്ലോ ഞാൻ തൊട്ടതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിൽ ഇത് വന്നപ്പോഴത്തേന് ഞാൻ വികാരം കൊണ്ട് കോരിത്തരിച്ചു പോയി. ആ നദി നമുക്കുണ്ടാക്കുന്ന വലിയ മാറ്റമാണ്. അപ്പോൾ ഗംഗ ഇന്ത്യയുടെ പുണ്യനദിയാണ്. ഇന്ന് ശബരിമല സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടുന്ന പാട്ടെന്താണ്? പമ്പ നമ്മുടെ പുണ്യനദി, തെന്മല നമ്മുടെ പുണ്യമല എന്നാണ്.
അപ്പോൾ ഈ നദീതര സംസ്കാരങ്ങളായിരുന്നു പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ. ഈജിപ്റ്റ്, ബാബിലോൺ, പേർഷ്യ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, സുമേരിയ, അസീറിയ. അപ്പോൾ നദീതര സംസ്കാരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവർ നദിയിലെ വെള്ളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുക്രിസ്തു 7 കൂദാശകൾ സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ കൂദാശ എന്താണ്? ആദ്യത്തെ കൂദാശ മാമോദീസ. ഒരാൾക്ക് ക്രിസ്തുമതത്തിൽ ചേരണമെങ്കിൽ അയാൾ നദിയിലിറങ്ങി അല്ലെങ്കിൽ വെള്ളം കോരി തലയിൽ ഒഴിച്ച് ആ ആൾ ക്രിസ്ത്യാനിയാവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതുണ്ടായി? ജോർദാൻ നദിയുടെ തീരത്ത് യേശുക്രിസ്തു താമസിച്ചുകൊണ്ടാണ് ഈ ജോർദാൻ നദിയിലിറങ്ങി മാമോദീസ എന്ന് പറയുന്ന ഒരു കൂദാശ ക്രിസ്ത്യാനിക്കുണ്ടായത്. യേശുക്രിസ്തു സഹാറ മരുഭൂമി ജീവിച്ചിരുന്നെങ്കിൽ ഈ മാമോദീസ കൂദാശ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവിടെ നദിയില്ല. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ടിലാണ് യേശുക്രിസ്തു ജനിച്ച് വളർന്നതെങ്കിൽ അവിടെ മാമോദീസ ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെയും വെള്ളമില്ല. അന്റാർട്ടിക്കയിൽ മാമോദീസ ചെയ്യാൻ പറ്റുമോ? ഗ്രീൻലാൻഡിൽ മാമോദീസ ചെയ്യാൻ പറ്റുമോ? വെള്ളമില്ല. അപ്പോൾ മരുഭൂമിയിലോ മഞ്ഞുമൂടി സ്ഥലങ്ങളിലോ വെള്ളം കൊണ്ടൊരു കൂദാശ ഉണ്ടാവില്ല. നദീതര സംസ്കാരത്തിലുള്ളവർക്കാണ് വെള്ളം കൊണ്ടുള്ള ആരാധന. ഹിന്ദുക്കൾ എന്ത് ചെയ്യും? രാവിലെ ഇറങ്ങി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചശുദ്ധി വരുത്തിയെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ പറ്റും. അതിൻ്റെ ഒരു ഭാഗമാണ് വെള്ളത്തിലിറങ്ങി ചെയ്യാന്ന് പറയുന്നത്. ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ നദീതീരത്ത് പോയിട്ട് നദിയിലിറങ്ങി കുളിച്ചിട്ട് കരക്കയറി നിന്നിട്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അത് ഗുരുദേവൻ വളരെ പ്രത്യേകം സ്ഥലം തന്നെ. അദ്ദേഹത്തിന് പരിശീലനം തുടങ്ങുകയാണ്. ഈ നദിയുടെ തീരത്ത് നദി ഇറങ്ങി കുളിച്ച് കല്ല് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നദീതര സംസ്കാരങ്ങളിൽ മാത്രമേ നദിയിലെ വെള്ളം ഉപയോഗിച്ച് പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടാവുള്ളൂ. മരുഭൂമി പറ്റില്ല, മഞ്ഞും മൂടിയ സ്ഥലത്ത് പറ്റില്ല. മൂന്നാമത് മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് പൂക്കൾ ഉപയോഗിച്ചിട്ടാണ്. തമിഴ് ഭാഷയിൽ പൂജ എന്നൊരു വാക്കുണ്ട്. പൂജ ചെയ്യുക. പൂവ്, ജപം, ഈ രണ്ടിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് പൂജ. പൂവ് കൊണ്ട് ജപിക്കുക, അതാണ് പൂജ. പൂവിൻ്റെയും ജപത്തിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർന്ന് പൂജ എന്നൊരു വാക്ക് തമിഴിലുണ്ടായി, മലയാളത്തിലുണ്ടായി. അപ്പോൾ സസ്യശ്യാമളമായ പ്രകൃതിയുള്ള മരങ്ങളും ചെടികളും പുഷ്പങ്ങളുമുള്ള സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യൻ ഈ പുഷ്പങ്ങളുടെ മനോഹാരിത കണ്ടിട്ട് ഈശ്വരനെ ആരാധിക്കാൻ ഈ പൂവാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തീരുമാനിച്ചു. അവനെന്ത് ചെയ്തു? ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെ പൂക്കൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉദ്ഘാടനത്തിന് വിളക്ക് കത്തിച്ചു. സ്വാമിജിയും ഞാനുമൊക്കെ എന്ത് ചെയ്തു? കുറേ പൂക്കൾ, ഇതളുകൾ ദീപത്തിൻ്റെ ചുവട്ടോട്ട് ഇടുകയാണ്. നമ്മളൊരു മഹാൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഗുരുദേവൻ്റെ പടം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് എന്താണ്? പൂവിൻ്റെ ഇതൾ കൊണ്ടുവന്ന് മഹാനായ ഗുരുദേവൻ്റെ ഫോട്ടോയുടെ താഴെ വെക്കും. അപ്പോൾ ഇതൊരു ആരാധനയുടെ ഭാഗമാണ്, പൂവ് കൊണ്ട് ജപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യന് ആരാധിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒന്നാണ് ഈ പൂവ് കൊണ്ട് ജപിക്കുക എന്ന് പറയുന്നത്. ഈ പൂവ് കൊണ്ടുള്ള ജനനം അത് നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. കുട്ടികൾ ജനിച്ചാൽ ഉടനെ നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു പൂക്കൾ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഇടുന്ന ബെഡിൻ്റെ ചുറ്റും ഇടും. ഈ പൂവ് പോലെ ആ കുഞ്ഞ് സന്തോഷത്തിൻ്റെയും നല്ല സുഗന്ധത്തിൻ്റെയും പരത്തുന്ന ഒരു കുട്ടിയായി മാറണം. അതിനാണ് ഈ ജനിച്ച കുട്ടിയുടെ ചുറ്റും നമ്മൾ പൂവിൻ്റെ ഇതൾ കൊണ്ടിരുന്നത്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? പൂവ് കൊണ്ടുവരേണ്ട ഹാരം ഉണ്ടാക്കും. വരൻ വധുവിൻ്റെ കഴുത്തിലോട്ടിടും, വധു വരൻ്റെ കഴുത്തിലോട്ടിടും. ഈ മാല ഇടുന്നതാണ്, ഹാരം ഇടുന്നതാണ് കല്യാണത്തിൻ്റെ പ്രധാന ഐറ്റത്തിലൊന്ന്. താലികെട്ടിനോടൊപ്പം ഹാരമിടുക. മരിച്ചുപോയ മനുഷ്യരെ ഓർക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ ഫോട്ടോയോ പ്രതിമയോ ഉണ്ടാക്കി അവിടെ പൂവ് കൊണ്ട് നമ്മൾ മനുഷ്യനുള്ള ആദരം കാണിക്കും. ഇതാണ് പൂവ് കൊണ്ടുള്ള പ്രാർത്ഥന, പൂജ എന്ന് പറയുന്നത്. നാലാമതായി മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, കാർഷിക വിഭവം. ഭൂമി ദേവി ഒരു ദേവിയാണ്. ആ ദേവി നമുക്ക് കാർഷിക വിഭവങ്ങൾ തന്നെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭൂമി തരുന്ന കാർഷിക വിഭവത്തിൻ്റെ ആദ്യ ഫലം ഈശ്വരൻ്റേതാണ് എന്ന് മതങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് കൃഷി ചെയ്ത് ആദ്യം ഉണ്ടാകുന്ന നെൽക്കതിർ കൊണ്ടുപോയി നമ്മൾ ദേവന് കൊടുക്കും. തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമിക്ഷേത്രത്തിന് മുമ്പിൽ പുത്തരിക്കണ്ടം മൈതാനമുണ്ട്. ആ പുത്തരിക്കണ്ടം മൈതാനത്തുണ്ടാകുന്ന ആദ്യത്തെ പുത്തരി ആണ് നമ്മുടെ പത്മനാഭസ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അവിടുത്തെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥ കൊണ്ടുപോയി കൊടുക്കണം. ബാലകൃഷ്ണനുള്ള മന്ത്രിയുടെ അമ്മായിപ്പൻ്റെ ആയിരുന്നു ആ വസ്തു. അവസാനം ആ അമ്മായിപ്പൻ്റെ രണ്ട് പെമ്മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബാലകൃഷ്ണനുള്ള ഭാര്യയായിരുന്നു ഏറ്റവും അവസാനം വരെ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി പത്മനാഭ സ്വാമിക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാർഷിക വിഭവങ്ങൾ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ആദ്യ വിളവിൻ്റെ ഉത്സവം. ആദ്യമുണ്ടാകുന്ന ഫലം ഈശ്വരൻ്റേതാണ്. മൂത്ത പുത്രൻ ദൈവത്തിനുള്ളതാണ്. ഹിന്ദു വിശ്വാസികൾ ആദ്യം ജനിക്കുന്ന മകനെ സന്യാസിയാവുമെന്ന് നേരും.
ക്രിസ്ത്യാനികൾ ആദ്യം ജനിക്കുന്ന മോനെ പള്ളിയിൽ അച്ഛനാക്കാവുന്ന നേരും. കാരണം ആദ്യത്തെ കുട്ടി ഈശ്വരൻ്റെയാണ്. കനിഷ്ഠപുത്രൻ ദൈവത്തിൻ്റേതാണ്. അതുപോലെ തന്നെയാണ് കനിഷ്ഠ വിഭവങ്ങൾ ദൈവത്തിൻ്റേതാണ്. ഈ വിഭവം തന്നില്ലെങ്കിലോ വലിയ പ്രശ്നം. നമ്മൾ ഭാഗവതത്തിൽ കാണുന്ന പ്രസിദ്ധമായ കഥയില്ലേ, പൃഥു ചക്രവർത്തി, പാകിസ്ഥാനിലെ പേഷാവാർ തലസ്ഥാനമായ പൃഥു ചക്രവർത്തി, ഭൂമിദേവി വിഭവം തരുന്നില്ല. പൃഥു ചക്രവർത്തി ഓടിച്ചിട്ട് ഭൂമിദേവി പിടിച്ചു കൊന്നുകളടിയെന്ന് പറഞ്ഞു. ഭൂമിദേവി പറഞ്ഞു, നീ എന്നെ കൊന്ന ഞാനും ചത്തു, നീയും ചത്തു. അപ്പോഴാണ് പൃഥുവിന് വിവരം വിട്ടത്. പ്രകൃതിയെ നശിപ്പിച്ചാലുള്ള അവസ്ഥ ഏതാണ് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇയാൾക്ക് മനസ്സിലായത്. അപ്പം പറഞ്ഞു, ഞാൻ കൊല്ലത്തില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ആവശ്യത്തിന് കാർഷിക വിഭവങ്ങൾ തരണം. ഭൂമിദേവി സമ്മതിച്ചു. അങ്ങനെയാണ് ഭൂമിദേവിക്ക് പൃഥ്വി എന്ന രാജാവിൽ നിന്നാണ് പൃഥ്വി എന്നൊരു പര്യായപദം ഭൂമിദേവിക്ക് ഉണ്ടായത്. അതിൻ്റെ കാർഷിക വിള കൊണ്ട് വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 1-ാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിക്കുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചത് ശ്രീമൻ നാരായണൻ എന്ന് പറയുന്ന പ്രഗത്ഭ പണ്ഡിതനാണ്. സനാതനധർമ്മത്തെപ്പറ്റിയൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രസംഗം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ചെയ്യുന്നത് കാർഷിക വ്യവസ്ഥ അടിസ്ഥാനമാക്കിയ ബഡ്ജോത്സവ പദ്ധതി ഉണ്ടാക്കുന്നത് ഭാഗവതത്തിൽ പൃഥ്വി ചക്രവർത്തി ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞു. അവൻ നെഹ്റു അഗ്നോസ്റ്റിക്കാണ്. നെഹ്റു ഈ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. നെഹ്റു ചോദിച്ചു, എന്താണ് മന്നാരായണ ഭാഗവതത്തിൽ ഇതൊക്കെ പറയുന്നുണ്ടോ? ഉണ്ട് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു, മന്നാരായണ ഒന്ന് വിശദീകരിച്ചേ, ഞാൻ എൻ്റെ സമയം അങ്ങേക്ക് തന്നിരിക്കുന്നത് പറഞ്ഞു. നെഹ്റു ഉടനെ ഒരു നോട്ട്ബുക്ക് എടുത്ത് കുറിക്കാൻ തുടങ്ങി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പ്രസംഗം ഭാഗവതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രസംഗമാണ്, പൃഥ്വി ചക്രവർത്തിയുടെ ഭാഗവതം. അപ്പോൾ ഈ കാർഷിക വ്യവസ്ഥയെ ആശ്രയിക്കുന്ന ജനങ്ങളിൽ ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കുന്ന ഒരു ആരാധനാ ഭാഗമായി മാറി. സഹാറയിലോ ആദ്യവളം ഉണ്ടോ? അവിടെയും കൃഷിയില്ല. അന്റാർട്ടിക്കയിൽ ആദ്യവളം കൊടുക്കാൻ പറ്റൂ? അവിടെ ഒരു മഞ്ഞിനകത്തൊരു ചെടിയും വളരത്തില്ല. ഗ്രീൻലൻഡിൽ ആദ്യവളവിൻ്റെ ഉത്സവം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മതത്തിന് പറ്റിയില്ല. ആദ്യവളം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കാർഷിക വ്യവസ്ഥ അടിസ്ഥാനമായി ഒരു സമൂഹം ഉള്ളിടത്ത് ഇത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. 5-ാമതായ മനുഷ്യൻ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പഠിച്ചത് വർഷിപ്പ് വിത്ത് ഡാൻസ്. ദൈവത്തിന് നൃത്തം ഇഷ്ടമാണെന്നാണ് വിശ്വാസം. അപ്പം എന്തുപറ്റി? പരമശിവൻ ശിവതാണ്ഡവം ആടുകയാണ്. ശിവതാണ്ഡവം, ആ ഡാൻസ് ഉണ്ടല്ലോ, 64 മുദ്രകൾ ഉപയോഗിച്ചുള്ള ശിവതാണ്ഡവം, 64ൻ്റെ പെർമുട്ടേഷൻ കോമ്പിനേഷൻസ്, 60,000 ജസ്റ്റേഴ്സാണ് പരമശിവന് കാണിക്കാൻ പറ്റുക ആ ശിവതാണ്ഡവത്തിൽ. അപ്പോൾ ദൈവം നൃത്തം ചവിട്ടുകയാണ്. ദേവലോകത്തെ സ്ത്രീകളോ അപ്സരസ്സുകൾ ഭയങ്കര ഡാൻസുകാരികളാണ്. ഇന്ദ്രൻ്റെ ഭാര്യമാരെ എടുത്താലോ ഊർവശി, മേനക, രംഭ, തിലോത്തമ, 8 ഭയങ്കര ഡാൻസുകാരികളാണ്. സ്വർഗ്ഗലോകത്തിൽ എപ്പോഴും ഡാൻസാണ്. ഈശ്വരന്മാർക്ക് ഇഷ്ടപ്പെടാൻ ഡാൻസ് വലിയ ഇഷ്ടം. ഇനി മനുഷ്യനെ വീഴിക്കണമെങ്കിലോ ഇന്ദ്രൻ്റെ പട്ടണം കളയാൻ വേണ്ടി വിശ്വാമിത്രൻ തപസ്സിരിക്കുകയാണ്. ഇന്ദ്രൻ എന്ത് ചെയ്ത്? അദ്ദേഹത്തിൻ്റെ ഭാര്യസ്ഥാനീയ ഒരു സ്ത്രീയെ വിട്ടു. അവളങ്ങോട്ട് ഇന്ന് ഡാൻസ് തുടങ്ങിയപ്പം മഹർഷിയുടെ സംഗതി അങ്ങ് പോയി, രാജർഷിയുടെ തലച്ചോറിൻ്റെ സെൻസ് അങ്ങ് പോയി. അവൾ ആ ഡാൻസുകാരുടെ കൂടെ അങ്ങ് പോയി. ഇന്ദ്രൻ പട്ടം രക്ഷിച്ചു. അപ്പോൾ സ്വന്തം കഥനെ രക്ഷിക്കാൻ വേണ്ടി ഭാര്യയെ വല്ലവനും കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഈ അഴിമതിയാണ് ദേവേന്ദ്രൻ കാണിക്കുന്നത്, കറപ്ഷൻ. അപ്പോൾ ഈശ്വരന്മാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ നൃത്തം ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവദാസികളുണ്ടായിരുന്നു. പെർമനൻറ്റ് കല്യാണം പോലും കഴിക്കാതെ ഈശ്വരനെ സന്തോഷിപ്പിക്കുന്ന ഡാൻസുകാരികളായിരുന്നു ഈ ദേവദാസികൾ. മറ്റു മതങ്ങളിലും ക്രിസ്തു മതത്തിൽ ഡാൻസ് വളരെ പ്രധാനം. സമാപനം കൂടെ എഴുന്നേൽപ്പിക്കുകയാണ്. ദാവീദ് രാജാവ് നൃത്തം ചവിട്ടാൻ തുടങ്ങി. നൃത്തം ചവിട്ടി പകുതി അവിയാളെ പകുതി വസ്ത്രം അങ്ങ് പോയി. അപ്പോൾ ഭാര്യ മൈക്കാൾ പറഞ്ഞു, ഈ പെണ്ണുങ്ങളെല്ലാം ഉള്ളിടത്ത് താൻ കിടന്ന് നൃത്തം ചവിട്ടി തൻ്റെ നഗ്നത കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ദാവീദ് രാജാവ് പറഞ്ഞു, ഞാൻ ദൈവത്തെ സന്തോഷിക്കാൻ വേണ്ടി നൃത്തം ചെയ്തേ, അതിന് നീ ഫലിച്ച കാരണം നിനക്ക് മക്കളുണ്ടാവത്തില്ലടി എന്ന് പറഞ്ഞു. മൈക്കേളിന് മക്കളുണ്ടായില്ല, ശൗൽ രാജാവിൻ്റെ മോക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യാൻ. പക്ഷേ ഇസ്ലാം മതത്തിലോ മരുഭൂമി കിടന്ന് ഡാൻസ് ചെയ്യാൻ പോയാലേ ഒന്നാമത് ഭയങ്കര ചൂടാണ്. അതിനകത്ത് ഡാൻസ് ചെയ്യാൻ പോയാൽ വേർത്ത ആൾ ചത്തുപോകും. പിന്നെ രാത്രിയിൽ ഡാൻസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ആര് കാണാൻ? അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലെന്ന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ പാട്ടും കൂത്തുമൊന്നും നടത്തിക്കളയരുത്, ആരാധനയ്ക്ക് വേണ്ടി പാട്ടും കൂത്തുമൊന്നും നടത്തിക്കളയരുതെന്ന് പറഞ്ഞു. അതോടെ ഇസ്ലാം മതത്തിൽ നൃത്തമില്ല. അതെന്താണെന്ന് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രവചനം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഡാൻസ് ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കുക. ക്രിസ്തു മതത്തിലും സ്വരാഷ്ട്രീയ മതത്തിലും ഒക്കെ. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ തന്നെ സൂഫിസം ഉണ്ട്. സൂഫിസം എന്ത് ചെയ്തു? നൃത്തവും പാട്ടും അവർ ആഡ് ചെയ്തു. കാരണം സൂഫിസം വളർന്നു വന്ന അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും ഇറാനിലും ഡാൻസ് ചെയ്യാൻ പറ്റും കാലാവസ്ഥ വെച്ചിട്ട്. അതാണ് വർഷിപ്പ് വിത്ത് ഡാൻസ്. ഇനി 6-ാമതായി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യൻ പഠിച്ചത്
വർഷിപ്പ് വിത്ത് മ്യൂസിക്, സംഗീതം പാടിയാൽ ദൈവത്തിന് ഇഷ്ടം എന്നാണ്. പ്ലേറ്റോ പറയുകയാണ്, പ്ലേറ്റോണിക് വേൾഡ് ഓഫ് മ്യൂസിക്, ആകാശത്തെ ഗോളങ്ങൾ പോലും അങ്ങനെ നിൽക്കുന്നത് ഈ പാട്ട് കൊണ്ടാണ് എന്നാണ്. പ്ലേറ്റോ പറഞ്ഞ പോലെ വെഡിത്തരമാണെന്നാണ് മനുഷ്യൻ കരുതിയത്. പക്ഷേ ഇപ്പം മനുഷ്യനൊരു റോക്കറ്റ് വിട്ടു, സോളാർ സിസ്റ്റത്തിന് അപ്പുറത്ത് പോകാൻ വേണ്ടി ഒരു റോക്കറ്റ്. ആ റോക്കറ്റിൻ്റെ ശബ്ദം ഇവിടെ വരുന്നതെന്നറിയാമോ? ജൂപ്പിറ്ററോട്ട് അങ്ങോട്ട് ഈ പ്ലാനറ്റ് ഈ നമ്മുടെ സാറ്റലൈറ്റ് പോകുമ്പോൾ സ്വർഗീയ ഒരു പാട്ടാണ് നാസയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ശൂന്യാകാശത്തിൽ പാട്ടുണ്ടെന്ന് പ്ലേറ്റോ പറഞ്ഞ് സത്യമാണെന്ന് ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് ഈശ്വരന്മാർക്ക് വലിയ ഇഷ്ടം. അതുകൊണ്ട് നാരദൻ ലോകത്തിൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുന്ന നല്ല മനുഷ്യനാണ്. പക്ഷേ പുരാണകഥ തെറ്റായി വ്യാഖ്യാനിച്ച് ഇയാളെന്തോ കൊതിന്നുണം പറയുന്ന ആളാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. നാരദൻ അങ്ങനെയല്ല. നാരദൻ ഈ ലോകത്തിൽ കാതലായ പ്രശ്നം പരിഹരിക്കാൻ വന്നിട്ട് പരിഹരിക്കുന്ന ആളാണ് ഈ നാരദൻ. നാരദൻ എപ്പോഴെന്താണെന്നറിയാമോ? പാടിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം നാരായണ നാരായണ എന്ന് പറഞ്ഞ സ്തോത്രങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നാരായണന് അദ്ദേഹത്തിന് സ്വന്തം പാട്ടിന് വലിയ അഹങ്കാരമായിരുന്നു. ഒരിക്കൽ ഹനുമാൻ്റെ അടുത്ത് ചെന്നു. ഹനുമാൻ്റെ അടുത്ത് പാടിയ ഹനുമാൻ്റെ എന്തോ പറഞ്ഞു. നാരദൻ പറഞ്ഞു, നിന്നെ പോലെ കുരങ്ങൻ ഇതുപോലെ അറിയാമെന്ന് ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, അത് ശരി, അങ്ങനെ ഒരു കാര്യം ചെയ്യും, തൻ്റെ ആ സംഗീതപൂർണ്ണ് തരാൻ പറഞ്ഞു. ഹനുമാൻ എടുത്തിട്ട് അങ്ങനെ പാടാൻ തുടങ്ങി. അദ്ദേഹം പാടിയത് മലഹരി രാഗത്തിലായിരുന്നു. ഈ നാരദനിരുന്ന പാറ പതുക്കെ അങ്ങ് അലിഞ്ഞ് നാരദൻ പാറയ്ക്കകത്തായിപ്പോയി. അപ്പോൾ ഹനുമാൻ പാട്ട് നിർത്തി. അപ്പം അങ്ങ് ഉറച്ചുപോയി. നാരദൻ പറഞ്ഞു, അയ്യോ ഹനുമാനെ ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. ഹനുമാൻ ഒന്നുകൂടെ പാടിയപ്പോൾ വീണ്ടും പാറ അലിഞ്ഞപ്പോൾ നാരദൻ പുറത്തു വന്നു. പുരാണത്തിൽ ഓരോ കഥയാണ് കേട്ടോ, ഈ പാട്ടിൻ്റെ സംഭവമാണ്. ഭഗവാൻ പരമശിവൻ കഴുത്തിലൊരു പാമ്പിനിട്ടിരിക്കുകയാണ്, വാസുകി. ഈ വാസുകി ശങ്കരാഭരണം എന്നാണ്. കാര്യം ഈ പാമ്പിൻ്റെ ഈ തല ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടും വരുന്ന ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിലൊരു രാഗമാണ്. ഈ പാമ്പിൻ്റെ തല പോകുന്ന ആരോഹണം അവരോഹണം അനുസരിച്ചാണ് ശങ്കരാഭരണം ഒരു രാഗം ഉണ്ടാക്കി. അപ്പോൾ ഈ കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും ഈശ്വരനെ സന്തോഷിപ്പിക്കുന്ന ലക്ഷണമുണ്ട്. അപ്പോൾ സന്തോഷമുള്ള ദിവസം പാടുന്ന പാട്ടല്ല, ദുഃഖമുള്ള ദിവസങ്ങളിൽ. ദൈവങ്ങൾ ഉണരണമെങ്കിലും ഉറങ്ങണമെങ്കിലും പാട്ട് വേണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭ കീർത്തനം ഇരമൻ തമ്പിയാണെന്ന് തോന്നുന്നു എഴുതിയത്. ആ പാട്ട് പാടിയെങ്കിലേ പത്മനാഭസ്വാമി ഉണരുള്ളൂ. ശബരിമല അയ്യപ്പൻ രാത്രി ഉറങ്ങണമെങ്കിൽ ഹരിവരാസനം കേട്ടെങ്കിലേ അയ്യപ്പൻ ഉറങ്ങുള്ളൂ. ദൈവത്തിന് ഉണരാനൊരു പാട്ട്, ഉണർത്താനൊരു പാട്ട്. രാവിലെ നമ്മൾ റേഡിയോ 6:30 തുറക്കുമ്പോൾ വെങ്കടേശ്വര സുപ്രഭാതം, വെങ്കടേശ്വര ഭഗവാനെ പൂജിക്കുന്ന പ്രസിദ്ധമായ പാട്ടാണ്. MS സുബ്ബലക്ഷ്മി അങ്ങോട്ട് പാടുകയാണ്. രാവിലെ നമ്മൾ റേഡിയോ തുറക്കുമ്പോൾ വെങ്കടേശ്വര ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടിലാണ് തുടക്കം. കൗസല്യ സുപ്രജ രാമ എന്ന് പറഞ്ഞ് സുബ്ബലക്ഷ്മി അങ്ങോട്ട് തുടങ്ങുകയാണ്. ഭയങ്കര പാട്ടാണ്, ഉഗ്ഗിന് അർത്ഥമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഉണർത്തുപാട്ടുണ്ട്, ഉറക്കപ്പാട്ടുണ്ട്, ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ളൊരു പാട്ടുണ്ട്. ഇങ്ങനെ ദൈവം സംഗീതം വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. വേദപുസ്തകത്തിൽ യേശുക്രിസ്തു ജനിച്ചപ്പോൾ മാലാഹമാർ പാടി. അദ്ദേഹം ഗതസമൻ തോട്ടത്തോട്ട് പോയപ്പോൾ ഹാലേൽ ഹാലേൽ പാടിക്കൊണ്ട് യേശുക്രിസ്തു പോയി. കുരിശി കിടന്നുകൊണ്ട് യേശുക്രിസ്തു 22-ാം സങ്കീർത്തനം പാടുകയാണ്. ഏലി ഏലി ലബാ സബക്താനി എന്ന് പാടുകയാണ്. യേശുക്രിസ്തു ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുമ്പോൾ ഒരു പാട്ട് അതിൻ്റെ കാതലായ ഭാഗമാണ്. ബാബിലോണിയൻ മതങ്ങൾക്കും ഈജിപ്ഷ്യൻ മതങ്ങൾക്കും ഈ പാടാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റുകൾ മാലാഹമാരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. മാലാഹമാരൊക്കെ പാടുകയാണ്. ദൈവത്തിന് പാട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലും വിവിധ മതങ്ങളിലും സംഗീതം ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മതങ്ങളുണ്ടായപ്പോൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന 6 ഫോമും ഏത് കാലാവസ്ഥയിലുണ്ടായോ ഏത് ഭൂഖണ്ഡത്തിലുണ്ടായോ അതനുസരിച്ചാണ് ഈ ആചാരം. ഒരാചാരം വെച്ചിട്ട് മറ്റേ ആചാരത്തെ ആക്ഷേപിച്ചുള്ള ഒരു മതം അവരുടെ ആചാരം വെച്ചിട്ട് മറ്റൊരു മതത്തെ ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചു കഴിഞ്ഞാൽ നാശമാണ്. ഉദാഹരണം പറഞ്ഞാൽ, 2ാം ലോകയുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടി സിംഗപ്പൂരിൽ പ്രസിദ്ധമായൊരു സെമിത്തേരിയുണ്ട്. ആ സെമിത്തേരിയിൽ യുദ്ധം നടന്ന ദിവസം ബ്രിട്ടനിൽ നിന്നൊരാളും വന്നു, ജപ്പാനിൽ നിന്നൊരാളും വന്നു അവരുടെ അപ്പന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ആൾ വന്നിട്ട് പൂക്കൾ കൊണ്ടുവന്നിട്ട് ബൊക്കയെല്ലാം കൊണ്ടുവച്ച് കല്ലറയിൽ വെച്ചു. ജപ്പാൻകാർ മരിച്ചുപോയവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നറിയാമോ? അരി കൊണ്ടുവരും. അരി കൊണ്ടുവന്ന് 2-3 കിലോ അരി കൊണ്ടുവന്ന് ഈ കല്ലറയുടെ മുകളിൽ വിരിക്കും. കാര്യം എന്ന് വെച്ചാൽ, ആ അരി പക്ഷികൾ ഭക്ഷിച്ചാൽ മരിച്ചുപോയ ആളിൻ്റെ ആത്മാവിന് ശാന്തി ഉണ്ടാവുന്നതാണ് ജപ്പാൻകാരുടെ വിശ്വാസം. അപ്പോൾ ഈ ജപ്പാൻകാരൻ അരി വിതർന്ന് കണ്ടിട്ട് ഇംഗ്ലീഷുകാരന് വല്ലാത്ത പരിഹാസം. അവൻ ചോദിച്ചു, എപ്പോഴാടെ നിൻ്റെ അപ്പം വന്ന് അരി തിന്നുന്നത് എന്ന് ചോദിച്ചു. കാര്യം അരി വിതറിയിട്ട് വല്ല കാര്യമുണ്ടോ?
ജപ്പാൻകാരൻ പറഞ്ഞു, നിൻ്റെ അപ്പം വന്ന് ഈ പൂ മണപ്പിക്കുമ്പം എൻ്റെ അപ്പം വന്ന് അരി തിന്നോണ്ട് പൊക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഇംഗ്ലീഷുകാരന് ജപ്പാൻകാരുടെ ഈ ആരാധന കേട്ടിട്ട് ശുദ്ധ പുച്ഛം. ജപ്പാൻകാരൻ ഇത് തന്നെയാണ് ഈ സായിപ്പിനെ പറ്റി തോന്നുന്നത്. ഇവനെന്തിന് വിട്ടിയടാ, ചത്തവന് മണക്കാൻ വേണ്ടി പൂ കൊണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പോൾ സായിപ്പ് ചോദിച്ചു, നിൻ്റെ അപ്പൻ എപ്പോഴേ അരി തിന്നാൻ വരുന്നതെന്ന്. ജപ്പാൻകാരൻ ചോദിച്ചു, നിൻ്റെ അപ്പം വന്നും പൂ മണക്കുമ്പോൾ എൻ്റെ അപ്പം വന്ന് അരി തിന്നോണ്ട് പൊക്കോളും. ഇതാണ് ഒരു മതം. അവൻ്റെ ആചാരം വെച്ച് വേറൊരു ആചാരത്തെ കളിയാക്കരുത്. ഒരു മതം പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് വേറൊരു മതത്തെ കളിയാക്കല്ല. നിൻ്റെ പ്രാർത്ഥന മോശമാണ്, എൻ്റെ പ്രാർത്ഥന നല്ല എന്ന് പറഞ്ഞു കളയരുത്. അപ്പോൾ ആചാരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ്. 2-3 വർഷം മുമ്പ് അയ്യപ്പൻ്റെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ അയ്യപ്പൻ്റെ എല്ലാം പൊക്കളയും. എന്തൊരു പ്രചരണം, ബഹളം, ഘോഷയാത്ര, ലാത്തി ചാർജ്. അപ്പോഴേ എന്നോട് ചോദിച്ചു, ഒരാൾ വന്ന് ചോദിച്ചു, സാറിന് എൻ്റെ പല അഭിപ്രായം. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ഇയാൾ ദേഷ്യപ്പെടുകൊണ്ട് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും സാറൊന്ന് പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്ത്രീകളെ ആ കരിമല കയറ്റം, കഠിനപ്പൊന്ന അയ്യപ്പായും കയറ്റി, ഈ കാടെല്ലാം കയറ്റി, ഈ സ്റ്റെപ്പ് കയറ്റിക്കൊണ്ട് പോകുന്നത് ശുദ്ധ തെറ്റാണ്. അതുകൊണ്ട് സ്ത്രീകളെ ശബരിമലയ്ക്ക് വിടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതിനെ പറ്റി എനിക്കൊരു അഭിപ്രായമുണ്ട്. ഭഗവാൻ സർവ്വവ്യാപിയാണ്. ഈശോവാസ്യം ഇതം സർവ്വം എന്ന് പറഞ്ഞിട്ടാണ് ഈശോവാസ്യം തുടങ്ങുന്നത്. അപ്പോൾ അയ്യപ്പന് ഷോർട്ട് സൈറ്റാണ്. അയ്യപ്പൻ ആ 18-ാം പടി കയറി ചെന്നാലേ അയ്യപ്പനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ നിങ്ങൾ കളിയാക്കുകയാണ്. അയ്യപ്പൻ സർവ്വവ്യാപിയാണ്. കേരളത്തിൽ 1.60 ലക്ഷം സ്ത്രീകളെ അയ്യപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ കുളിക്കുന്നു, അയ്യപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല പിന്നെ അയ്യപ്പൻ ദൈവമാവോ? ദൈവമാവില്ല. ഇയോള് ഭയങ്കര ദേഷ്യപ്പെട്ടങ്ങ് ഇറങ്ങിപ്പോയി. കാരണം ഞാനത് പറഞ്ഞാൽ ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈശ്വരനെ കുറച്ച് കാണിക്കുന്നതല്ലേ. ഈശ്വരന് 18-ാം പടി കയറി ചെന്നല്ലേ അറിയത്തുള്ള, കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഒരാചാരം ദുർവ്യാഖ്യാനം ചെയ്ത് കുഴപ്പമുണ്ടാക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ആചാരത്തിന് അതിൻ്റേതായ ചില സാങ്കത്യമുണ്ട്, വേറൊരു മതത്തിൻ്റെ ആചാരത്തിന് അതിൻ്റേതായ സാങ്കത്യമുണ്ട്. ഒരു മതക്കാരൻ ഈ ആചാരം വെച്ച് വേറൊരു മതത്തെ ആക്ഷേപിച്ച് കളയരുത്. അവിടെയാണ് ആചാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഓരോ ഭാവം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ ഈ അയ്യപ്പനെ പറ്റി പറഞ്ഞാൽ എന്നോടാർക്കും ദേഷ്യപ്പെടല്ലേ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. അപ്പോൾ മതത്തിൻ്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും കൃത്യമായൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. ആ ഉത്ഭവത്തിൻ്റെ ചരിത്രം, ആ വളർച്ചയുടെ ചരിത്രം ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കാനുള്ള ചരിത്രമാണ്. അപ്പോൾ മതങ്ങളെ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിലേറ്റവും ആദ്യത്തേത് അത് ആ മതവിശ്വാസപ്രകാരം ഈശ്വരൻ, ആ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ മതങ്ങൾക്ക് ഈശ്വരന് പേരിടും. ആ പേരിടുന്നത് ആ മതം ഏത് രാജ്യത്തുണ്ടായോ അവിടെ സംസാരിക്കുന്ന ഭാഷ എന്താണോ അതനുസരിച്ചിട്ടാണ് ദൈവത്തിന് പേരിടുന്നത്. ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ മലമുകളിലും മലയുടെ അടിവാരത്തിലും ഒരേ ദൈവം വസിക്കുന്നു. അപ്പോൾ മലമുകളിലുള്ള ദൈവം യാഹ്, മലയുടെ താഴ്വാരത്തിലുള്ള ദൈവം ലാഹ്. മലമുകളിൽ യാഹ്, മലയുടെ താഴ്വാരത്തിൽ ലാഹ്, ഒരേ ദൈവമാണ്. അപ്പോൾ മലമുകളിലുള്ള യാഹിനെ യഹൂദന്മാർ യാഹ്വേ എന്ന് അവരുടെ ദൈവത്തിന് പേരിട്ടു. സമുദ്രത്തിലുള്ള അതേ ദൈവത്തിന് ലാഹിൻ്റെ മുമ്പിൽ അൽ ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അറബികൾ ചേർത്തു. അപ്പോൾ ഈ ലാഹ് അള്ളാ എന്നായി. യഹൂദന്മാരുടെ യാഹ്വേയും മുസ്ലിങ്ങളുടെ അള്ളായും ഒരേ ആളാണ്. ഈ യഹോവയിൽ വിശ്വസിക്കുന്ന ആളാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ ഈ ക്രിസ്ത്യാനി ഇസ്ലാമിനെ ചിലപ്പോൾ കളിയാക്കും. വിവരക്കേടുകൊണ്ടാണ് കളിയാക്കും. ഒരേ ദൈവത്തിൻ്റെ 2 പേരുകളാണ്, 2 പേരിലാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. പിന്നെ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഉള്ള പ്രശ്നം എന്നറിയാമോ? മോശ മലയുടെ മുകളിൽ ചെന്ന് അഗ്നിദേവനെ കാണുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മോശ ചോദിച്ചു, ദൈവമേ അങ്ങയുടെ പേരെന്താന്ന് ചോദിച്ചു. ഞങ്ങളുടെ ദൈവത്തിന് ദേഷ്യം വന്നു. നീ എൻ്റെ പേര് ചോദിക്കുന്നടാ, ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നു, എൻ്റെ പേരും ചോദിച്ചേക്കണമെന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് 365 ദിവസമുള്ളതിൽ ഒരു ദിവസമേ ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റുള്ളൂ. യാവേ, പെസഹാടെന്ന് മാത്രം പറയാൻ പറ്റും. ബാക്കി ഒരു ദിവസവും ദൈവത്തിൻ്റെ പേര് പറയാൻ പാടില്ല. പക്ഷേ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? ഹിന്ദുക്കൾക്ക് സഹസ്രനാമമാണ്. പരമശിവൻ്റെ ക്ഷേത്രത്തിലോട്ട് ചെയ്യുന്നത്, ഭഗവാനെ എന്താ പേരെന്ന് ചോദിച്ചാൽ ശിവസഹസ്രനാമ സ്തോത്രം, ത്രയീസാംഗ്യം പരിമിതവേദം പ്രഭിന്ന പ്രസ്ഥാനം നിങ്ങൾ തുടങ്ങിയുണ്ടല്ലോ, 1000 പേരാണ്. പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിയപ്പൻ ദക്ഷം പാടുന്നതാണ് ശിവസഹസ്രനാമ സ്തോത്രം. ഒരു വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോട്ട് നിന്ന്, ഭഗവാനെ എന്താ പേരെന്ന് ചോദിച്ചാലോ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ചരശയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ട് പറയണേ, എൻ്റെ കൃഷ്ണ നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എന്നെ അനുഗ്രഹിക്കാൻ വന്നില്ലേ എന്ന് പറഞ്ഞ് ഭീഷ്മർ ഒരൊറ്റ പ്രയോഗമാണ്. 1000 പേര് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇനിയൊരു ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ചെന്ന്, ഭഗവതിയെ എന്താ പേരെന്ന് ചോദിച്ചാലോ
ലളിത സഹസ്രനാമ സ്തോത്രം 1000 പേരാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ലളിത സഹസ്രനാമ സ്തോത്രം. ഹനുമാന് സഹസ്രനാമമുണ്ട്, ഗണപതിക്ക് സഹസ്രനാമമുണ്ട്, ഹിന്ദുക്കൾക്ക് 10 സഹസ്രനാമങ്ങളുണ്ട്. 10 ദൈവങ്ങൾക്ക് 10 സഹസ്രനാമം. അപ്പോൾ ദൈവത്തിന് ഒരു പേര് വേണോ പല പേര് വേണോ? ഒരു പേരുണ്ടെങ്കിൽ പറയാൻ എളുപ്പമാണ്, നല്ല കാര്യം. പല പേരുണ്ടെങ്കിലോ അതിന് ഗുണം വേറെയാണ്. അപ്പോൾ സഹസ്രനാമം കൂടെ ചൊല്ലി പഠിച്ചാൽ ആദ്യം പറ്റുന്ന ഗുണം എന്താണെന്നറിയാമോ? സാഹിത്യം ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും ഒരു കുട്ടിക്ക്. സംസ്കൃത സാഹിത്യത്തിൻ്റെ അത്ഭുതമാണ് ഈ വേദവ്യാസൻ്റെ സഹസ്രനാമങ്ങൾ. സുന്ദരമായ പ്രയോഗമാണ്. അതങ്ങോട്ട് പഠിച്ചാലുണ്ടല്ലോ ആ കുട്ടി അറബി സാഹിത്യമല്ല, തമിഴ് സാഹിത്യമല്ല, മലയാള സാഹിത്യമല്ല, ഹിന്ദി സാഹിത്യമല്ല, ഏത് സാഹിത്യം പഠിക്കാൻ പോയാലും ആ കുട്ടി ആ സാഹിത്യം പഠിക്കാൻ അപാര കഴിവായിരിക്കും. ഇനി സഹസ്രനാമം ചൊല്ലിയാൽ രണ്ടാമത്തെ ഗുണം എന്താണ്? രണ്ടാമത്തെ ഗുണം എൻ്റെ ഗ്രാമറാണ്. ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാമർ സംസ്കൃത ഭാഷയുടെ ഗ്രാമറാണ്. സംസ്കൃതം 2700 കൊല്ലത്തിന് മുമ്പ് പാണിനി അഷ്ടാധ്യായി എന്നൊരൊറ്റ കൃതി, ഈ വേദവ്യാസൻ്റെ പ്രപഞ്ചമുണ്ടല്ലോ അതിനെ ഇങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങനെ സമാഹരിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. അഷ്ടാധ്യായി 8 അധ്യായങ്ങളിലായിട്ട്. അപ്പോൾ ഒരു 100 വർഷത്തിന് മുമ്പ് ഈ ചോംസ്കി ആൻഡ് ബ്ലൂംഫീൽഡ് എന്ന 2 ആശാന്മാർ ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ചു. അവർ ഗ്രാമറിന് വലിയ തലത്തൊട്ടന്മാരെന്നെങ്കിൽ അതെങ്കിൽ അഹങ്കരിച്ച് നടക്കുന്ന കാലം. അപ്പോഴാണ് ലണ്ടൻ പട്ടണത്തിൽ വെച്ച വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ്. അപ്പോൾ അതിന് പോയ ഇന്ത്യയിലെ സംസ്കൃത പണ്ഡിതൻ 1865 ഈ സഹസ്രനാമം വിൽസൺ ജോൺസൻ്റെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതിൽ 2-3 പുസ്തകം ഇയാൾ കൊണ്ടുപോയി. ഒരെണ്ണം കൊണ്ടുവന്ന് ചോംസ്കിയും കൊടുത്തു, ഒരെണ്ണം കൊണ്ടുവന്ന് ബ്ലൂംഫീൽഡിനും കൊടുത്തു. 3-ാം ദിവസം ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് വരുന്ന ചോംസ്കി തുടങ്ങുകയാണ്. പാണിനീസ് അഷ്ടാധ്യായി ഈസ് ദ മോനുമെൻ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ലോകത്തിൽ മനുഷ്യന് എത്രമാത്രം ബുദ്ധി ഉണ്ടാവണമെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പാണിനിയുടെ അഷ്ടാധ്യായി വായിച്ചാൽ മതി. ബ്ലൂംഫീൽഡ് ഗ്രാമറിൻ്റെ തലത്തൊട്ടപ്പനെ നടക്കുന്ന മനുഷ്യൻ അയാളുടെ പ്രസംഗം തുടങ്ങുന്നു. അയാൾ പറയുന്നു, വാട്ട് എവർ വി ഇൻവെൻറ്റഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ടു ദിസ് ഗ്രേറ്റ് വർക്ക്. ഞങ്ങൾ ഈ ഗ്രാമറിൽ കണ്ടുപിടിച്ചൊക്കെ ഈ പാണിനി അഷ്ടാധ്യായിയുടെ പേജിനടിയിൽ എഴുതാനുള്ള അടിക്കുറിപ്പ് മാത്രമുള്ള മക്കളെ ബ്ലൂംഫീൽഡ് ചൊല്ലിട്ട് പോയി. ഈ അഷ്ടാധ്യായിയിൽ പ്രയോഗിക്കുന്ന ഭയങ്കര ടെക്നിക്കാണ് വേദവ്യാസൻ ഈ സഹസ്രനാമം എഴുതി ഉണ്ടാക്കാൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹസ്രനാമം ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഗ്രാമർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഏത് ഭാഷയുടെ ഗ്രാമറാണേലും ഭംഗിയായിട്ട് കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങും. മൂന്നാമതുണ്ടാകുന്നത് എന്താണ്? മെമ്മറി പവറാണ്. 1000 പേരുകൾ തുടർച്ചയായി അങ്ങോട്ട് ഓർത്തിരിക്കാൻ പറ്റിയാൽ കുട്ടിക്ക് അപാരമായ ഓർമ്മശക്തി ഉണ്ടാവും. നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആവണമെങ്കിൽ കുട്ടി നീറ്റ് പരീക്ഷ കയറിയാൽ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. 35 സെക്കൻഡ് എടുക്കും ചോദ്യം വായിക്കാൻ. ആ OMR ഷീറ്റ് കറപ്പിക്കാണ്ട് 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15-20 സെക്കൻഡാണ്. ആ 15 സെക്കൻഡിനുള്ളിൽ തലച്ചോറിൽ ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. നമ്മുടെ കുട്ടി IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം. പ്രിലിമിനറി പരീക്ഷയ്ക്ക് പോയാലും 15 സെക്കൻഡിനോട് ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ IAS പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല. പക്ഷേ കുട്ടി സഹസ്രനാമം കൊണ്ട് ചൊല്ലി പഠിച്ചാലുണ്ടല്ലോ 1000 പേര് ടക്കടക്കടക്കടേന്നിങ്ങനെ ബ്രെയിനിൽ നിന്ന് വരികയാണ്. കുട്ടിക്ക് അപാര ഓർമ്മശക്തി ആയിരിക്കും. കുട്ടി ഡോക്ടറല്ല, IAS അല്ല, ഏത് പരീക്ഷ ചെയ്താലും കുട്ടി ജയിച്ചിരിക്കും സഹസ്രനാമം ചൊല്ലി പഠിക്കുന്നൊരു കുട്ടിക്ക്. 4-ാമതായിട്ട് എന്ത് സംഭവിക്കും? 4-ാമതായി ഈ ഓരോ പാരഗ്രാഫ് അങ്ങോട്ട് കഴിയുമ്പോൾ ഓം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നെക്കൊണ്ടൊന്നും ഓം പറയാൻ പറ്റിയില്ല. മറ്റ് ഭാഷകളിൽ 2-3 വവ്വല് ചേർത്തിട്ട് വാക്കുകളുണ്ട്. പക്ഷേ സംസ്കൃതത്തിൽ ദൈവത്തെ ഓം എന്ന് വിളിക്കണമെങ്കിൽ ആ ആ ഐ ഈ ഉ ഉ അമ്പരെയുള്ള 16 സ്വരവും ചേർന്നെങ്കിലേ ഓംകാര മന്ത്രം ജപിക്കാൻ പറ്റുള്ളൂ. ആ 16 സ്വരവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മന്ത്രം ചൊല്ലുമ്പോൾ, സഹസ്രനാമം ചൊല്ലുമ്പോൾ കുട്ടിയുടെ ശബ്ദ പേടകത്തിന് നല്ല ഗാംഭീര്യം വരും. മൈക്ക് അങ്ങോട്ട് കിട്ടിയാൽ കുട്ടി ആടിച്ച് പറത്തി പ്രസംഗിക്കും. ആ കുട്ടിക്ക് ശബ്ദസ്ഫുടത വരും. സംസ്കൃതം ഉണ്ടല്ലോ, ഹാ രാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ, ഭയങ്കര സ്ഫുടത ഉണ്ടല്ലേ സംസ്കൃതം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സംസ്കൃതത്തിന് വലിയൊരു മഹത്വമാണ്. ആ സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് നല്ല ശബ്ദസ്ഫുടത വരും. ഒരു വാക്ക് പറഞ്ഞാൽ കൃത്യമായി കേൾക്കുന്നതിന് മനസ്സിലാവും എന്താണ് ആ വാക്കെന്ന്. ഇനി ആ കുട്ടിക്ക് ഈ സഹസ്രനാമം കൂടി ചൊല്ലുമ്പോൾ ശബ്ദത്തിൽ നല്ല മാധുര്യം വരും. കുട്ടി കർണാടക സംഗീതമോ ഏത് സംഗീതമോ അടിച്ച് പറത്തി കുട്ടി പാടും. ഈ സഹസ്രനാമം ചൊല്ലിപ്പടിച്ച ശബ്ദ മാധുര്യ. ഇതാണ് സഹസ്രനാമത്തിൻ്റെ ഗുണം. 5-ാമതായിട്ട് എന്ത് സംഭവിക്കും? കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ലോകത്തിൽ വലിയ ജോലി ചെയ്യണമെങ്കിൽ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ വേണം. ഒരാൾ ഡോക്ടറാണ്,
ഒരു പേഷ്യൻ്റ് വന്ന് സിംറ്റം പറഞ്ഞു, അല്ലെങ്കിൽ രോഗത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴേ ഡോക്ടർക്ക് ഓർമ്മ വരണം ഈ രോഗം എന്താണ്, അതിൻ്റെ സിംറ്റം എന്തൊക്കെയാണ്, ആ രോഗത്തെപ്പറ്റി മനസ്സിലാവണം. വേറൊരു രോഗത്തിൻ്റെ പേര് പറഞ്ഞു, അപ്പോൾ ഡോക്ടർക്ക് തലച്ചോറ് കിട്ടണം ഇതും വേറൊരു രോഗം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, പിടിച്ചത് കോവിഡാണോ അതോ സാധാരണ പനിയാണോ കണ്ടെത്തണമെങ്കിൽ ഡോക്ടർക്ക് കമ്പാരിറ്റീവ് അനാലിറ്റിക്കൽ പവർ വേണം. എന്നെപ്പോലെ IAS പരീക്ഷ പാസ്സായി ഒരു ജില്ലയിൽ കളക്ടറോ SP ആയിട്ട് വന്നാൽ ആ ജില്ലയിൽ എത്ര ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമത്തിലെ ജനസംഖ്യ എത്ര, ഏത് മതക്കാർക്കാണോ അവിടെ ഭൂരിപക്ഷം, ഏത് ജാതിക്കാണോ അവിടെ ഭൂരിപക്ഷം, ആ ഗ്രാമത്തിൽ സ്ഥിരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടോ, ഇത് കറക്റ്റ് തലച്ചോറിൽ ഓർമ്മ വരാത്തവർക്ക് കളക്ടർ SP ആയിട്ടൊരു ജില്ലയൊന്നും ഭരിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് കമ്പാരിറ്റീവ് അനാലിറ്റിക്കൽ പവർ കിട്ടുകയാണ്. കുട്ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്, ഭഗവാന്റെ തലയിലോട്ട് നോക്കുന്നെങ്കിൽ കേശവ, തലമുടി ഇഷ്ടം പോലെ ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടം പോലെ തലമുടിയാണ്, കേശവ എന്ന് വിളിച്ചു. ഇനി പരമശിവനെ നോക്കുന്നെങ്കിലോ ഗംഗാധര, തലയിൽ ഗംഗ വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കല ഉള്ളവനെ എന്ന് വിളിക്കും. ഇനി കുട്ടി കയ്യിലോട്ടാണ് നോക്കുന്നത് വെച്ചോ, വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ മുരളീധര, മുരളി പാടിക്കൊണ്ട് നിൽക്കുന്നവനെ, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, ഒരു കയ്യിൽ ഗതയും മറ്റേ കയ്യിൽ ചക്രവും പിടിച്ചു നിൽക്കുന്നവളെ. ലളിത സഹസ്രമാണെങ്കിലോ വീണാ പുസ്തകധാരിണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ എന്നാണ്. അപ്പോൾ ഈ ഭഗവാനെ നമ്മൾ ഈ സഹസ്രനാമത്തിൽ ധ്വനിപ്പിക്കുമ്പോൾ ആ പര്യായപദങ്ങളിലൂടെ ഭഗവാനെ കൃത്യമായിട്ട് കുട്ടിക്ക് തലച്ചോറ് കിട്ടണം. ഇപ്പോൾ ശിവസഹസ്രനാമത്തിൽ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ മലയാളം തർജ്ജമ ചെയ്തിട്ടുണ്ട്. പൊട്ടാക്കി ഫാല വട്ടത്തിരുമിഴി ജടയെ കാറൊളിച്ചാര് കൂന്തൽ കെട്ടാക്കി, കേതക്കിപ്പൂവതിനുടെ വെടിവാക്കി പരം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി പ്രതയുടെ സുതനായി കാട്ടലുൾപ്പുക്കു വൈര്യമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ. 16 കാര്യം കുട്ടി തലച്ചോറിൽ ഓർത്തെങ്കിലേ ഈ ശിവസഹസ്രനാമത്തിൽ വള്ളത്തോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ പരമശിവനെ തലച്ചോറ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് ഈ കമ്പാരിറ്റീവ് അനാലിറ്റിക്കൽ പവർ കിട്ടുന്നുണ്ട്. കുട്ടിക്ക് ഡോക്ടറോ IAS ഏത് പരീക്ഷയും പാസ്സാകാൻ പറ്റും. അപ്പോൾ ഞാനിത് പറഞ്ഞതിനെന്നറിയാമോ, ഒരു മതത്തിന് ദൈവത്തിന് ഒരു പേരേ ഉള്ളൂ, കൊള്ളാം, മോണോതെയിസം, ഇയാളതും കൊണ്ടിരുന്നോടോ. പക്ഷേ വേറൊരു മതം ഈശ്വരനെ 1000 പേര് വെച്ച് വിളിക്കുമ്പോഴേ നീ ബഹുദൈവ വിശ്വാസിയാണ് എന്നിങ്ങോട്ട് കളിയാക്കരുത്. ആ 1000 പേര് പറയുന്നതിന് ഗുണമുണ്ടോ അവിടെ? ഇനി ഹിന്ദുക്കൾ ദൈവത്തിന് 10 പേര് പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഹിന്ദുക്കൾക്ക് ഒരേ ഈശ്വരനെ പല ഭാവത്തിൽ ചിന്തിക്കാനും കാണാനും കഴിയും. അത് ഹിന്ദുക്കളുടെ വൈവിധ്യമാണ്, തലച്ചോറിൻ്റെ വൈവിധ്യമാണ്. അതിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനെ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് കളിയാക്കാൻ പാടില്ല. അത് ഏകദൈവ വിശ്വാസികൾ മനസ്സിലാക്കണം. ഇസ്ലാം മതത്തിലോ ക്രിസ്തു മതത്തിലോ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ യഹൂദ മതത്തിലോ വിശ്വസിക്കുന്ന, ഒരു സെമിറ്റിക് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഹിന്ദു മതത്തിൻ്റെയും ബഹുദൈവ സങ്കല്പത്തെ കളിയാക്കാൻ പാടില്ല. ഹിന്ദുമതം ഏകം സദ്ബ്രഹ്മം, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് കൃത്യമായി വേദങ്ങളിൽ തന്നെ തുടങ്ങിയതാണ്, ഏകം സദ്ബ്രഹ്മം. പക്ഷെ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടി പല രൂപവും ഭാവവും കൊടുക്കുകയാണ്. അതാണെന്ന് മനസ്സിലായിക്കോണം. 2000 വർഷം മുമ്പ് ഇന്ത്യയിലാകെ 50 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. 50 ലക്ഷം ജനങ്ങൾക്ക് ഹിന്ദുമതം ഉണ്ടാക്കിയത് 33 കോടി ദൈവം. 50 ലക്ഷം പേർക്ക് 33 കോടി ദൈവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും 66 ദൈവത്തെ കൈക്കൊടുത്തു. പിടിച്ചോ, 66 ദൈവം. ആ ബഹുദൈവ വിശ്വാസത്തിന് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ കേന്ദ്രബിന്ദു ഒരേ ഈശ്വരവിശ്വാസമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. അല്ലാതെ ഒരു മതം വേറൊരു മതത്തെ ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ ഹൈദരാബാദ് അക്കാഡമിയിൽ IPS ട്രെയിനിങ്ങിന് പോയി. ഞങ്ങളുടെ IPS അക്കാഡമി ഇരിക്കുന്ന ശിവരാം പള്ളി ഒറ്റ ക്രിസ്ത്യൻ പള്ളിയില്ല. 2 മാസമായപ്പോൾ ഭയങ്കര മനപ്രയാസമായി എനിക്ക്. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നൊരു സത്യക്രിസ്ത്യനാണ് ഞാൻ. അപ്പോൾ 2 മാസം ആയപ്പോഴത്തേന് എനിക്ക് വിവരം കിട്ടി അവിടുന്ന് 25 കിലോമീറ്റർ അടുത്ത് ഒരു പള്ളി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഡയറക്ടർ അടുത്ത് ചെന്നു. പണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മദൻ മോഹൻ മാളവിയ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച മദൻ മോഹൻ മാളവിയുടെ കൊച്ചുമോനാണ്, മോൻ്റെ മോനാണ് എൻ്റെ ഡയറക്ടർ. ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ PD മാളവിയ സാറേ, എനിക്കൊന്ന് പള്ളി പോകണം. 2 മാസമായി ഞാൻ പള്ളിയിൽ പോയിട്ട്. 25 കിലോമീറ്ററിൽ ഒരു പള്ളി ഉണ്ടെന്ന് പറയുന്നു. ഞാനൊന്ന് പോക്കോട്ടെ എന്ന് ചോദിച്ചു. മാളവിയ പറഞ്ഞു, അയ്യോ അലക്സാണ്ടറെ, നീ 2 മാസം പള്ളിയിൽ പോയില്ലേ? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈശ്വര വിശ്വാസികളായിരിക്കണം കേട്ടോ, ഞാൻ എൻ്റെ വണ്ടി തരാം, നീ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. ഡയറക്ടർ വണ്ടി എടുത്ത് എനിക്ക് തന്നു. ഞാൻ ഡയറക്ടർ വണ്ടി കൊണ്ട് 25 കിലോമീറ്റർ പള്ളിയിൽ പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ അച്ഛൻ പറഞ്ഞു, ഐ ഹാവ് നോട്ട് സീൻ യു ഹിയർ,
ഞാൻ IPS അക്കാഡമിയിലൊരു IPS ഉദ്യോഗസ്ഥനാണ്, പള്ളി തപ്പി വന്നാന്ന് പറഞ്ഞു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോയി കാപ്പി കുടിച്ചിട്ട് സാറിന് പോകാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഈ അച്ഛൻ്റെ കൂടെ അടുത്ത വീട്ടിൽ ചെന്നു. അപ്പോൾ അടുത്ത കാലത്തായി ക്രിസ്തുമതം സ്വീകരിച്ച ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ വീടാത്. അവിടെ ചെന്ന് അകത്തോട്ട് കയറിയപ്പം ഭിത്തിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ, അതിനപ്പുറത്ത് യേശു ക്രിസ്തു. ഇത് കണ്ട് അച്ഛന് ഭയങ്കര ദേഷ്യമായി. അച്ഛൻ പറഞ്ഞു, ഈ ആദ്യത്തെ 3 പേരുടെ കൂടെ 4ാമത്തെ ആളിനെ വെക്കരുത്, ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ്റെ കൂടെ 4ാമത്തെ ആളിനെ വെച്ചളയരുത്. ആ പാവം കർഷകൻ പറഞ്ഞു, സാറേ അച്ചോ, ഈ അടി മഴക്കൊക്കെ മനുഷ്യർ തമ്മിലുള്ള അച്ചോ, ആ 4 ദൈവങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോളൂ, അച്ഛൻ അതിനെപ്പറ്റി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ നിരക്ഷരനാണെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞ് വലിയൊരു ഫിലോസഫിയാണ്. മനുഷ്യർ തമ്മിൽ കലഹമൊക്കെ ഉണ്ടാക്കും, ദൈവങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവർ 4 പേര് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇതൊരു വലിയ സങ്കല്പമാണ്. അത് ഏകദൈവ വിശ്വാസിയുണ്ട്, വേറൊരു ദൈവത്തിന് പടം വെക്കാൻ പാടില്ല, വേറൊരു ദൈവത്തിന് പ്രതിമ വെക്കാൻ പാടില്ല, അത് ബഹളം വെക്കാൻ പാടില്ല. അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം, ഇവരുടെ വിശ്വാസം ഇവരുടെ വിശ്വാസം. ഹിന്ദുക്കൾ വിഗ്രഹം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. വിഗ്രഹം ക്രിസ്ത്യാനി പാളയം സെൻറ്റ് ജോസഫ് പള്ളിയുടെ മുകളിൽ 25 അടി പൊക്കമുള്ള യേശു ക്രിസ്തുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹം ബ്രസീലിൽ 154 മീറ്റർ പൊക്കത്തിലൊരു യേശു ക്രിസ്തു ഇങ്ങനെ കൈവരിച്ചിരിക്കുന്ന വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനി ഇതെല്ലാം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് പറയും ഇതൊക്കെ രൂപമാണെന്ന് പറയും. ഇവൻ ഉണ്ടാക്കി വെച്ചത് വിഗ്രഹം. ക്രിസ്ത്യാനി ഉണ്ടാക്കിയാൽ രൂപം, ഹിന്ദു ഉണ്ടാക്കിയാൽ അത് വിഗ്രഹം. അപ്പോൾ ഒരുത്തൻ്റെ രൂപം വേറൊരുത്തൻ്റെ വിഗ്രഹം, ഒരുത്തൻ്റെ വിഗ്രഹം വേറൊരുത്തൻ്റെ രൂപം. ഇതെന്തൊരു വിവരക്കേടാണെന്ന് ആലോചിച്ചോണം. ക്രിസ്ത്യാനി ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹമാണ്, ഹിന്ദു ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹമാണ്, മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നത് വിഗ്രഹമാണ്. അപ്പോൾ ആ വിഗ്രഹത്തെ വിഗ്രഹമാണെന്ന് കരുതിക്കോണം. അതിനെ അങ്ങനെ വിഗ്രഹം എന്ന് വിളിച്ചുകളയരുത്. അവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഫോട്ടോയോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ശങ്കരാചാര്യർ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ചെന്നു, കാശ്മീരിലെ ക്ഷേത്രത്തിൽ. എന്നിട്ട് പരമശിവൻ്റെ ക്ഷേത്രത്തിന് ചുറ്റും ഒരു പേഴ്സണൊക്കെ വെച്ചിട്ട് ശങ്കരാചാര്യർ പാടുന്ന പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ, നീ ക്ഷേത്രത്തിലിരിക്കുകയാണെന്ന് ചിന്തിക്കുന്ന എൻ്റെ മൗഢ്യത്തിന് നീ ക്ഷമിക്കണം എന്നോട്. ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ, നീ ഈ വിഗ്രഹത്തിലിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച എന്നോട് നീ ക്ഷമിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ പറയുകയാണ്, ലോകം മുഴുവൻ പരന്നിരിക്കുന്ന ഈശ്വരനെ നീ ഈ വിഗ്രഹത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഈ ശങ്കരാചാര്യർ പറയുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കും, ഒരു പടം ഉണ്ടാക്കി വെച്ചിരിക്കും. അതിനെയല്ല പ്രാർത്ഥിക്കുന്നത്, പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ്. അല്ലാതെ ഒരു മതം വേറൊരു മതത്തെ ആക്ഷേപിക്കാൻ ഈ വിഗ്രഹമെന്നോ മറ്റൊന്നോ പറഞ്ഞ് ശ്രമിച്ചു കളയരുത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഭയങ്കര അപകടത്തിലേക്ക് കലാശിക്കുന്നത്. ആരാധനാലയങ്ങൾ നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി സഹായിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. അതിന് ഇന്ത്യയിലെ 4 രൂപഭാവങ്ങളായിരുന്നു. ആദ്യം ഉണ്ടായത് കാവുകളാണ്. വൃക്ഷം, അതിൻ്റെ ചുവട്ടിലോട്ട് ഒരു രൂപം ഉണ്ടാക്കി വെച്ച് മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില രൂപം തന്നെ ഇല്ല. അങ്ങനെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, പ്രകൃതിയോട് ചേർന്നുള്ളൊരു പ്രാർത്ഥന, അത് കാവുകളായി മാറി. ആ കാവുകൾ പിന്നെ കോവിലായി. വിഗ്രഹത്തിന് മുകളിൽ മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ഒരു റൂഫ് ഉണ്ടാക്കി സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആ കാവ് കോവിലായി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? റൂഫ് മാത്രമല്ല, കംപ്ലീറ്റ് വീട് പോലെ മേളിലങ്ങ് ഉണ്ടാക്കുകയും അതിന് ചുറ്റും മതിലുണ്ടാക്കി. വിഗ്രഹത്തെ സംരക്ഷിക്കാനും അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി ആരും കയ്യേറാതിരിക്കാൻ ചുറ്റും ഒരു മതിലുണ്ടാക്കി. അപ്പോൾ അത് അമ്പലമായി. അമ്പലം അടുത്ത സ്റ്റേജിൽ ക്ഷേത്രങ്ങളായി മാറി. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രങ്ങളുടെ ഉത്ഭവം. ത്രിവേണി സംഗമത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം, പ്രയാഗരാജിലെ പ്രസിദ്ധമായ ക്ഷേത്രം, ഉജ്ജയിനിയിലെ പ്രസിദ്ധമായ കാളിക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം, തഞ്ചാവൂരിലെ ശിവക്ഷേത്രം, പ്രസിദ്ധമായ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ഇങ്ങനെ ബൃഹത്തായ ക്ഷേത്രങ്ങളുണ്ടായി 1500 കൊല്ലം മുമ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്ന ക്ഷേത്രമാണ്. 10 ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രം നിൽക്കുകയാണ്. 10 ചതുരശ്ര കിലോമീറ്റർ. ഒരാൾ തറയിൽ നിന്നാൽ ആ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റിയില്ല. ഒരു ഹെലികോപ്റ്റർ കയറി ഇങ്ങനെ നോക്കിയാൽ 10 ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രം കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ ജക്കാർത്തയ്ക്ക് അടുത്ത് ബൊറോബുദൂർ ക്ഷേത്രം. നമ്മൾ മെയിൻ ഗേറ്റിൽ കൂടെ കയറിയാൽ 1.5 കിലോമീറ്ററാണ് ആ ക്ഷേത്രം. 1.5 കിലോമീറ്റർ കയറി എങ്കിലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ.
ലോകത്തിൽ ഒരു മതത്തിനുമില്ല ഇങ്ങനൊരു ക്ഷേത്രം. 1.5 കിലോമീറ്റർ നീളമുള്ളൊരു ക്ഷേത്രം, ബോരോബുദൂർ ക്ഷേത്രം. ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പാലിത്താനോ എന്നൊരു സ്ഥലമുണ്ട്. 1000 ക്ഷേത്രം, ഒരു മലയും അതിൻ്റെ ചുറ്റും. ഗുജറാത്തിൽ പാലിത്താനോ. 500 കൊല്ലം ഒരു രാജവംശം, ഓരോരോ രാജവംശത്തിലെ രാജാക്കന്മാരും രാജ്ഞിമാരും അവർക്ക് വേണ്ടി ക്ഷേത്രം പണിഞ്ഞു. ഞാനിത് കാണാൻ പോയി. രാവിലെ വൈകിട്ട് 5 മണി വരെ നടന്നിട്ട് ഒരു 25 ക്ഷേത്രം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ ആളിനോട് ചോദിച്ചു, ഈ 1000 ക്ഷേത്രം കാണാൻ എന്ത് സമയം എടുക്കും? മിക്കവാറും 1 മാസം എടുക്കും സാറേ ഈ 1000 ക്ഷേത്രം കാണാൻ. അപ്പോൾ ഞാൻ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഡേ എനിക്ക് സമയമില്ല, എനിക്ക് നാളെ പോയാൽ പറ്റും, ഇതൊന്ന് കാണാനുള്ള മാർഗ്ഗം എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ എസ് പിയോട് പറയാം, ഒരു കോടീശ്വരൻ ഇത് കാണാൻ വരുന്നുണ്ട്, അയാൾ ഒരു ഹെലികോപ്റ്ററിലാണ് വന്നിരിക്കുന്നത്, ആ ഹെലികോപ്റ്റർ 10 മിനിറ്റ് അനുവദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. സി എന്ന് അവിടുത്തെ എസ് പിയോട് പറഞ്ഞു, സാറേ ഇങ്ങനെ കേരളത്തിൽ നിന്ന് IG ഇതൊന്ന് കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. ഇയാൾ ഓടിച്ചെന്ന കോടീശ്വരനോട് ചോദിച്ചു, അങ്ങയുടെ ഹെലികോപ്റ്ററിൽ ഈ കേരളത്തിലെ DGP IGP ഒന്ന് കറക്കാമെന്ന് വെച്ചു. ഹെലികോപ്റ്റർ കൊണ്ടുപോയി ഈ മലയൊന്ന് വളഞ്ഞു. എൻ്റെ അമ്മോ, 1000 ക്ഷേത്രം, ഒരൊറ്റ മലയും അതിൻ്റെ സമതലവും പാലിത്താനും. ജീവിതത്തിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. അങ്ങനെയാണ് ഇന്ത്യ ഹിന്ദുക്കൾ ക്ഷേത്രം ഉണ്ടാക്കുന്നത്. ബുദ്ധമതക്കാരുടെ ക്ഷേത്രം അത്ഭുതമാണ്. ഇനി മുസ്ലിങ്ങൾ പറഞ്ഞു, ഒന്നും വേണ്ട, രൂപം വേണ്ട, പടമൊന്നും വേണ്ട, വെറുതെ ഒരു മുറിക്കകത്തോട്ട് കയറി പ്രാർത്ഥിച്ചോളുക, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് വിഗ്രഹമൊന്നുമില്ല, പടവുമില്ല, ഏത് മുറിയിലും പ്രാർത്ഥിക്കാം. ഇവിടെയാണ് മഹാനായ ഗുരുദേവൻ 42 ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയ അദ്ദേഹം. അരുവിപ്പുറം വന്നപ്പോൾ ഒരു പാറക്കഷ്ണം മാത്രം. പിന്നെ അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചു വന്നിട്ട് അദ്ദേഹം നാരായണ ഗുരു ആയിരുന്നെങ്കിലും സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഭൂരിപക്ഷം പരമശിവൻ്റെ ക്ഷേത്രമാണ്. നാരായണ ഗുരു ആണെങ്കിലും ക്ഷേത്രങ്ങൾ ഭൂരിപക്ഷം പരമശിവനാണ്. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഗ്രഹം വേണ്ട, ഒരു വിഗ്രഹമില്ല, മുസ്ലിങ്ങളുടെ മോസ്ക് പോലെ ഒരു വിഗ്രഹമില്ലാതെ ക്ഷേത്രം ഉണ്ടാക്കി ഗുരുദേവൻ. അവസാനം എത്തിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, കണ്ണാടി പ്രതിഷ്ഠ, ഒരു കണ്ണാടി വെച്ചു, നീ പോയി കണ്ണാടി നോക്കി പാച്ചോണം. കണ്ണാടി നോക്കി എന്ത് കാണും? നമ്മളെ തന്നെ കാണും. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ തത്വമസി എന്ന തത്വത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തത്വമസി വയലാർ രാമവർമ്മ പാടി, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കും മുമ്പ് ദൈവം പറയും, മനുഷ്യ നീയാണടാ എൻ്റെ ദൈവം. പറയുന്ന കമ്മ്യൂണിസം കേട്ടോ. മനുഷ്യൻ്റെ കഷ്ടപ്പാട് ഇത്ര ഭയങ്കരമായതുകൊണ്ട് ഈശ്വരൻ പോലും സുല്ലിട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മുടെ ഭാഗവതം നമ്മൾ വായിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ 5 തവണ മനുഷ്യരൂപത്തിൽ വന്നു. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, 5 മനുഷ്യരൂപമാണ്. ദേവി ഭാഗവതത്തിൽ ദേവി ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ ഭഗവാൻ ചെന്ന് ദേവിയോട് പറഞ്ഞു, ദേവി, ഞാൻ ഭൂമിയിൽ ആമയായിട്ടും പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പക്ഷേ നീ പോരുത്, നീ ഒരു സ്ത്രീയാണ്, നീ ഒരിക്കലും മൃഗരൂപത്തിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവതി ഭൂമിയിൽ വന്ന ദശാവതാരം 10 സ്ത്രീരൂപമാണ്. സ്ത്രീരൂപം. ആദ്യം ജ്ഞാനേശ്വരിയായിട്ട് വന്നു, പിന്നെ ദുർഗാഭഗവതിയായിട്ട് വന്നു, പിന്നെ പരമശിവൻ ഭൂമി വരുമ്പോൾ കൂടെ പാർവതിയായിട്ട് വന്നു, 4ാമത് കാളിഭഗവതിയായിട്ട് വന്നു, 5ാമത് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയായിട്ട് വന്നു, പിന്നെ അറിവിൻ്റെ ദേവതയായ സരസ്വതിയായിട്ട് വന്നു, 7ാമത് ഭഗവാൻ കൃഷ്ണൻ ഭൂമി വന്നപ്പോൾ രാധയായി ഭൂമിയിൽ അത് വെച്ച് കൂട്ടുവന്നു, 8ാമത് ഗായത്രി മന്ത്രം സ്ത്രീരൂപം എടുത്തു, ഗായത്രി എന്ന സ്ത്രീയായി ഭഗവതി വന്നു, 9ാമത് ശക്തീശ്വരയായിട്ട് വന്നു, അവസാനം ലാസ്റ്റ് അവതാരം കലിയുഗത്തിൽ. ഭഗവാൻ ചോദിച്ചു, ഭഗവതിയെ എന്തായിട്ടാ പോകുന്നത് ഇപ്പോൾ കലിയുഗത്തിൽ? ഭഗവതി പറഞ്ഞു, ഞാൻ ഭ്രമരിയായി പോവുകയാണ്. ഭ്രമരമെന്ന തേനീച്ച. മനുഷ്യൻ്റെ നാക്കിന് മധുരവും അവൻ്റെ തലച്ചോറി ബുദ്ധി കിട്ടുന്ന തേനിൻ്റെ ദേവതയായിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. 10ാം ഭ്രമരി. 10 അവതാരവും സ്ത്രീരൂപമാണ്. പരമശിവന് 18 അവതാരമാണ്, അഷ്ടദശാവതാരങ്ങൾ. 12 മനുഷ്യരൂപം, 6 സ്ത്രീ മൃഗരൂപം. മനുഷ്യരൂപം എടുത്ത് മനുഷ്യനായി ഭൂമിയിൽ വന്ന് ജീവിച്ചു ഭഗവാൻ. ജീവിച്ചിട്ട് പോകുമ്പോൾ ഭഗവാൻ എന്തോ പറഞ്ഞേ? മനുഷ്യ, നീയും എന്നെപ്പോലെ ദൈവമാണെന്നാണ് പറഞ്ഞത്. മറ്റു മതങ്ങളിലൊക്കെ ദൈവവും മനുഷ്യൻ 2. ഹിന്ദുമതം അങ്ങനെയല്ല. ഹിന്ദുമതത്തിൽ മനുഷ്യ നീയും എന്നെപ്പോലെ ദൈവമാണ്. 1000കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് കാടും മേടും കരിമല കയറി ചരംകുത്തി കയറി 18ാം പടി കയറി ചെല്ലുമ്പോൾ അവിടെ
ഭഗവാന്റെ ക്ഷേത്രത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. മല കയറി പടി കയറി വന്ന ഭക്ത, നീയും അകത്തിരിക്കുന്ന അയ്യപ്പനാകുന്ന ഞാനും ഒന്നാണ്, തത്വമസി. ഇതാണ് ഗുരുദേവൻ കണ്ണാടി പ്രദർശനം നടത്തിയത്. കണ്ണാടി നോക്കിക്കഴിയുമ്പോൾ ഭഗവാനും നീയും ഒന്നാണ് മനുഷ്യ, നീയും ഭഗവാനും ഒന്നാണ്. കണ്ണാടി നോക്കി നമ്മളെ കാണും, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കല്ലിൽ തുടങ്ങി പരമശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠ ഉണ്ടാക്കി, പ്രതിഷ്ഠയില്ലാതെ ഇസ്ലാം മതത്തിൻ്റെ മോസ്ക് പോലാക്കി, ഏറ്റവും അവസാനം കണ്ണാടി പ്രതിഷ്ഠയിൽ വന്ന് നിന്നു ഗുരുദേവൻ 42 ക്ഷേത്രത്തിന് പ്രതിഷ്ഠയിട്ടപ്പോൾ. ഇവിടെ അസാധാരണമായി നമ്മൾ കാണുന്ന തത്വം, ശ്രീനാഥ ഗുരുദേവൻ നമ്മളൊരു തത്വം ഉണ്ടല്ലോ, ആ തത്വം ഒരു മതവിശ്വാസി മറ്റൊരു മതത്തിൻ്റെ നോക്കി കളിയാക്കാൻ പാടില്ല. ആ മതത്തിൻ്റെ വിശ്വാസവും ആചാരവും വിഗ്രഹവും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. വിവരക്കേട് പറഞ്ഞിട്ട് വേറൊരു മതത്തെ ആക്ഷേപിക്കാൻ പോകരുത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാതലായ തത്വം. ഒരു പ്രതിഷ്ഠയുടെ സാരാംശം എന്താണ്, ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കൃത്യമായി കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. വളരെ ശ്രദ്ധേയമായി ഇത് നമ്മെ പഠിപ്പിക്കുന്നു മഹത്തായ ഹിന്ദുമതത്തിൻ്റെ തത്വത്തിൽ. ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിലെ ഈ മോശ മലമുകളിൽ ചെന്ന് ദൈവത്തെ കണ്ടിട്ട് ദൈവം പോരുമ്പോൾ ഒരു 10 കൽപ്പന കൊടുത്തു. 10 കൽപ്പന. 1-ാം കൽപ്പന, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാവരുത്. മോശ എന്നെ പറയുന്നു, മൈ ഗോഡ് ഈസ് എ ജലസ് ഗോഡ്, എൻ്റെ ദൈവത്തിന് ഭയങ്കര അസൂയാണ്. ഹിന്ദുമതത്തിലോ ഒരു കുഴപ്പമില്ല. ഗുരുവായൂരപ്പനെ കാണാൻ ചെന്ന, എടാ ഭക്ത, നീ ഇവിടെ മാത്രമേ വരാവൂ കേട്ടോ, വേറെ ഒരിടത്തും പോകരുതെന്ന് ഗുരുവായൂരപ്പൻ പറയോ? ഇല്ല, ഇവിടെ ഒന്നും സന്തോഷം. നിനക്ക് 100 ക്ഷേത്രത്തിൽ പോകണോ? 100 ക്ഷേത്രത്തിൽ പോക്കോ. 101 നീ ഇവിടെ തിരിച്ചു വരുന്നോ? സന്തോഷം. തിരിച്ചു വന്നില്ലയോ? സന്തോഷം. ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിന് ഹിന്ദുവിനൊരു പ്രശ്നമില്ല. അവന് ഇതിനെ വളരെ സമസ്യയായിട്ട് പാലിക്കുകയാണ്. അയ്യപ്പന്മാർ എരുമേലിൽ ചെന്ന് ക്ഷേത്രത്തിൽ തൊഴിച്ചിട്ട് അവിടെ ചെന്ന് ബാബരസ്വാമിയുടെ മോസ്കിൽ കയറി വളം വെച്ചിട്ട് തിരിച്ചു വരും. ഹിന്ദുവിനൊരു പ്രശ്നമില്ല. അവർക്ക് ദൈവങ്ങൾ തമ്മിൽ അസൂയയില്ല ഹിന്ദുമതത്തിൽ. ദൈവം എല്ലാ മതവിശ്വാസത്തെയും സാംശയിക്കാൻ ഹിന്ദുമതത്തിന് കഴിയുന്നു. ദൈവത്തിന് അസൂയയില്ല. ദൈവം ആ ദൈവത്തെ മാത്രം വിളിക്കാവൂന്ന് പറയാൻ പാടില്ല. ഹിന്ദുമതത്തിന് വലിയ അഡ്വാൻറ്റേജാണ്. ഹാസ്യരസത്തിൽ പ്രസംഗിക്കുന്ന തിരുമേനി ഉണ്ടായിരുന്നു, ക്രിസോസ്റ്റം തിരുമേനി. 103 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ പോയായിരുന്നു. അദ്ദേഹം മാതാ അമൃതാനന്ദമയ്യെ കാണാൻ വന്നു. മാതാ അമൃതാനന്ദമയെ കാണാൻ വന്ന്, അമൃതാനന്ദമയി ഉണ്ടല്ലോ, സ്നേഹത്തിൻ്റെ ഉറപ്പിടമായ അമൃതാനന്ദമയി ഭക്തരെയൊക്കെ കാണാൻ ചെന്നാൽ കെട്ടിപ്പിടിക്കും. ഞാനൊരു 3 തവണ മാതാനന്ദമയെ കാണാൻ പോകാൻ ശ്രമിച്ചു, പക്ഷേ 3 തവണയും പറ്റിയില്ല. ഈ അടുത്ത മാസം ഒന്ന് പോകണം മാതാനന്ദമയെ കാണാൻ. അപ്പോൾ ക്രിസോസ്റ്റം തിരുമേനി അങ്ങോട്ട് ചെന്നപ്പം മാതാ അമൃതാനന്ദമയി ക്രിസോസ്റ്റം തിരുമേനി കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചു, മധുരപലഹാരമൊക്കെ അങ്ങോട്ട് ഞാൻ കൊടുത്ത് കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം സഭയ്ക്കകത്ത് ഭയങ്കര പ്രശ്നം. അന്യദൈവം പാടില്ല എന്ന് പറഞ്ഞ മതത്തിൻ്റെ ബിഷപ്പായ ക്രിസോസ്റ്റം തിരുമേനി പോയി അമൃതാനന്ദമയെ കെട്ടിപ്പിടിക്കാവോ? ഭയങ്കര ബഹളം. മനോരമയിലൊക്കെ ഭയങ്കര ബഹളം. ക്രിസോസ്റ്റം തിരുമേനി ചോദിച്ചു, എന്തുവാടെ ഈ ബഹളം, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വേറെ ദൈവം ഉണ്ടോടോ തനിക്ക്? അപ്പോൾ ഏകദൈവ വിശ്വാസിയാണ് ക്രിസ്ത്യാനി. ക്രിസോസ്റ്റം തിരുമേനി സിമ്പിളായിട്ട് ചോദിച്ചു, അപ്പോൾ നമ്മുടെ ദൈവം അല്ലാതെ വേറെ ദൈവം ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചു. പല മറുപടി ഉണ്ടോ? എല്ലാവരും വായു വെള്ളം ഒഴിച്ചുകൊണ്ട് പോയി. അമൃതാനന്ദമയ്യെ പോയി കണ്ടതിന് ക്രിസോസ്റ്റം തിരുമേനി പിടിക്കാൻ പോയതാ. ക്രിസോസ്റ്റം തിരുമേനി ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചോളൂ, അപ്പം നമ്മുടെ ദൈവം അല്ലാതെ വേറെ ദൈവം ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞാൽ ആഫീസ് പൂട്ടില്ലേ ക്രിസ്ത്യാനിയുടെ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ചോദ്യമല്ല, ഉത്തരം പറയാൻ പറ്റുമോ? അപ്പോഴേ അതോടെ അവസാനിച്ചു, ഈ പ്രശ്നം അവസാനിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു മതം ആ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് മറ്റൊരു മതത്തെ വിമർശിക്കരുത്. ആ മതത്തിൻ്റെ സാരാംശം മനസ്സിലാക്കാനായിട്ട് കൃത്യമായി കഴിഞ്ഞിരിക്കണം. മറ്റൊരു പ്രസിദ്ധമായ പ്രശ്നം ഈ സ്വർഗവും നരകവുമാണ്. ഇങ്ങനെ ഒരു കുന്തവും ഇല്ല കേട്ടോ. സ്വർഗവും ഇല്ല, നരകവും ഇല്ല. ഹെവൻ ഈസ് ഓൺ എർത്ത്, ഹെൽ ഈസ് ഓൺ എർത്ത്. നമുക്ക് ഈ ഭൂമിയെ സ്വർഗവും നരകമൊക്കെ മാറ്റാം. ഞാനിത് പറഞ്ഞു തന്നാൽ ക്രിസ്ത്യാനി എന്നെ ഓടിച്ചിട്ട് അഴിയും. സ്വർഗവും ഇല്ല, നരകവും ഇല്ല. അപ്പോൾ എന്തിനാണ് ഈ സ്വർഗവും നരകം ഉണ്ടാക്കിയത്? സ്വർഗം ഉണ്ടാക്കിയത് മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാനും, മനുഷ്യനെ ഈ സ്വർഗം കാണിച്ച് മോഹിപ്പിച്ചാലെങ്കിലും ഇവൻ മര്യാദയ്ക്ക് ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ സ്വർഗം ഉണ്ടാക്കിയത്. എന്തിനാണ് ഈ നരകം ഉണ്ടാക്കിയത്? നരകം ഉണ്ടാക്കിയത് നരകം കാണിച്ച് ഭയപ്പെടുത്തിയാൽ അവൻ പാപം അല്ലെങ്കിൽ തെറ്റിലേക്ക് വീണ് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരാളായി തീരരുത്. അതിന് വേണ്ടിയാണ് ഇല്ലാത്തൊരു സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാക്കിയത്.
അപ്പോൾ ഈ സ്വർഗവും നരകവും എല്ലാ മതവും വർണ്ണിക്കും. ചില മതത്തിന് സ്വർഗത്തിൽ ചെന്നാൽ സ്ത്രീകളെയൊക്കെ കിട്ടും, ചില കള്ളു കുടിക്കാൻ പറ്റുന്ന സ്വർഗങ്ങളുണ്ട്, ഇങ്ങനെ പല പല സ്വർഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഓസ്കാർ വൈൽഡ് പറയുന്ന പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ വളരെ നല്ലവനായിട്ടൊക്കെ ജീവിച്ചു. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഭയങ്കര കള്ളുകൂടിയനും പെണ്ണുപിടിയനും ഒരുത്തൻ. ഇയാൾ സ്വർഗത്തിൽ ചെന്നപ്പം ഈ കള്ളുകൂടിയനും പെണ്ണുപിടിയനും എഴുത്തൻ അവിടെ ഒരു മദ്യത്തിൻ്റെ ഒരു ഫ്ലാസ്ക് വെച്ചിരിക്കുന്നു, ഒരു മാലാഹ പെണ്ണിനെ മടി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. ഇയാളെ ഇന്ന് പത്രോസിലോട് ചോദിച്ചു, എന്തുവാണ് ഈ കാണിക്കുന്നത്? ഇവൻ മര്യാദയില്ലാത്തൊരു മനുഷ്യനാണ്, ഇവൻ വീട്ടിൽ ജീവിച്ചിരുന്ന കള്ളുകൂടിയനായിരുന്നു, പെണ്ണുപിടിയനായിരുന്നു എന്ന് പറഞ്ഞു. പത്രോസ്ലീഹ പറഞ്ഞു, കാര്യം അറിയാതെ ഇയാൾ സംസാരിക്കരുത്. ദാറ്റ് ഫ്ലാസ്ക് ഓഫ് വൈൻ ഹാസ് എ ഹോൾ ഇൻ ദ ബോട്ടം ആൻഡ് ദ ലേഡി ഹാസ് നോട്ട്. അപ്പോൾ ഓസ്കാർ കൊണ്ട് പറഞ്ഞ പലതും കുറച്ച് കഴിഞ്ഞ് തലേ ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം സ്വർഗത്തിലുണ്ടെന്നൊക്കെ പറയുന്ന സാധനം എന്താണ് റിയാലിറ്റി എന്ന് കുറച്ച് കഴിഞ്ഞ് പിടികിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തിനാണ്? കള്ളം മനുഷ്യനെ പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പോൾ ഭാഗവതം നമ്മളെടുത്ത് വായിക്കുമ്പം 7 സ്വർഗം, 7 പാതാളം, 28 നരകം. അപ്പോൾ സ്വർഗം ഇങ്ങനെ വർണ്ണിക്കുമ്പം ഇത് കേട്ടിട്ട്, ഓ ആ സ്വർഗത്തിൽ ഇതൊക്കെ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ ഈ നന്മ ചെയ്യാം. ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ ചില നന്മ ചെയ്യണം, എന്നാൽ ആ നന്മ ഇത് ആ സ്വർഗത്തിൽ പോകുന്നതായിരിക്കും. പാതാളം കേൾക്കുമ്പോൾ അതെല്ലാം ഇതെല്ലാം സുതലം. അപ്പോൾ സുതലത്തിലാണ് നമ്മുടെ മഹാബലി താമസിക്കുന്നത്. മഹാബലിയെ വിഷ്ണു ഭഗവാൻ അയച്ച അങ്ങോട്ടാണ്. അപ്പോൾ ദാനധർമ്മം ചെയ്താൽ സുതലത്തിൽ പോയി താമസിക്കാം. ഓ മഹാബലി കിടക്കുന്ന സ്ഥലം കൊള്ളാം. അപ്പോൾ ശ്രീമദ് ഭാഗവത്തിൽ 28 നരകം, ദേവി ഭാഗവത്തിൽ 68 നരകം. ഓ ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. ഞാൻ ഈ നരകവർണ്ണനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കും, കാരണം നല്ല രസമാണ് അത് വായിക്കാൻ. അപ്പോൾ ഞാൻ ഈ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന പുണ്യങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വിഡ്ഢി കൂശ്മകൊണ്ടാണ്. സ്വർഗം ഉണ്ടെങ്കിൽ അവിടെ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഞാൻ പോകുന്ന നരകം കൃത്യമായിട്ട് എനിക്കറിയാം. 28 നരകങ്ങളിൽ ഏറ്റവും താഴെ ഒരു നരകമുണ്ട്, ഘോര കുംഭിഭാഗ നരകം. ബ്രാഹ്മണരെ കൊല്ലുന്നവരും പക്ഷികളെ മൃഗങ്ങളെയും കൊന്ന് ഭക്ഷിക്കുന്നവരും പോയി വീഴുന്ന നരകമാണ്. ഞാൻ ഒരുപാട് മട്ടൺ ചിക്കൻ തിന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഞാൻ പോയി വീഴാൻ പോകുന്നത് ഈ ഘോര കുംഭിഭാഗ നരകത്തിലാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങളെപ്പോലുള്ള സസ്യബുക്കുകളൊന്നും അവിടെ കാണത്തില്ല കേട്ടോ. ഇത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടി ഉണ്ടാക്കിയൊരു നരകമാണ്, ഘോര കുംഭിഭാഗ നരകം. അപ്പോൾ ഈ ഓരോ നരകവും വായിച്ചിട്ട്, ഓ ഈ നരകത്തിൽ ഇന്ന കഷ്ടപ്പാടുണ്ടല്ലേ, അപ്പോൾ ആ പാവം ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും കൃത്യമായിട്ട്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഈ നരകം വർണ്ണന, സ്വർഗവർണ്ണന. ഇതൊക്കെ ഭൂമിയിൽ മനുഷ്യന് നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരാളുടെ സ്വർഗം വെച്ചിട്ട് വേറൊരാളുടെ സ്വർഗത്തെ കളിയാക്കരുത്. ഒരു മതക്കാർ അവരുടെ നരകം വെച്ചിട്ട് വേറൊരു നരകത്തെ കളിയാക്കരുത്. എല്ലാം ഒന്ന് തന്നെയാണ്. സ്വർഗം കാണിച്ച് മോഹിപ്പിക്കുക നന്മ ചെയ്യാൻ വേണ്ടി, നരകം കാണിച്ച് ഭയപ്പെടുത്തുക ഭൂമി തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി. അവിടെയാണ് കളി. അപ്പോൾ ഹിന്ദു മതത്തിന് പുനർജന്മ സിദ്ധാന്തമുണ്ട്, മറ്റ് മതങ്ങൾക്ക്, ഞങ്ങളുടെ സെമിറ്റിക് മതങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മതത്തിൽ 70 കൊല്ലം ജീവിച്ചിരുന്നു. അത്രയും കാലം നന്മയൊക്കെ ചെയ്താൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് സ്വർഗം. ഗ്രഹപ്പഴയ്ക്ക് 70 കൊല്ലം എന്തെങ്കിലും പാപം ചെയ്തു പോയെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് നരകം. ഭയങ്കര അന്യായമാണ്. ഞാൻ ജയിൽ DGP ആയിരുന്ന കാലത്തൊക്കെ കൊന്നിട്ട് വന്നാൽ പോലും 14 കൊല്ലം അകത്ത് കിടന്നാൽ മതി, പിന്നെ ഇറങ്ങിപ്പോകാൻ പറ്റും. പക്ഷേ ഇതെന്തൊരു പരിപാടിയാണ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് നരകം. പക്ഷേ ഹിന്ദു മതം അങ്ങനെയല്ല. ഹിന്ദു മതം വളരെ ലിബറലാണ്. സ്വർണ്ണം പുണ്യം കൂടുതൽ ചെയ്താൽ അങ്ങ് മോക്ഷം പ്രാപിക്കും, പാവം കൂടിയാൽ ടെമ്പററി ആയിട്ട് നരകത്തിൽ വിട്ടിട്ട് ഒരു പുനർജന്മം തരും, പുനർജന്മം. ആ പുനർജന്മത്തിൽ പുണ്യം കൂടുതൽ കിട്ടിയാൽ രക്ഷപ്പെടും. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി നമ്മൾ ഡിഗ്രിക്ക് ചേർന്നാൽ ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, ഈ 3 പാസ്സായില്ലെങ്കിൽ ഡിഗ്രി കിട്ടുകയില്ല. കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ പോയി എഞ്ചിനീയറിംഗിൽ ചേർന്നാൽ 3 അപ്പിയറൻസിൽ കിട്ടിയില്ലെങ്കിൽ അൺഫിറ്റ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അടിച്ചും വിടും. പിന്നെ ആ ആ സംസ്ഥാനത്തൊന്നും പോയി എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പറ്റില്ല, അൺഫിറ്റ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. പക്ഷേ ഹിന്ദുക്കളുടെ ദൈവം ഭയങ്കര ലിബറൽ. ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, ഫോർത്ത് ചാൻസ്, ഫിഫ്ത്ത് ചാൻസ്, സിക്സ്ത് ചാൻസ്. ഹിന്ദുക്കൾക്ക് നിത്യം നടക്കുന്നൊരു സാധനമല്ല, പെർമനൻറ്റ് ഹെല്ലില്ല. ചാകാത്ത പുഴുവും കടാത്ത തീയും ഹിന്ദുക്കൊന്നുമില്ല. കുറച്ച് കാലം അവിടെ കിടന്നിട്ട് വന്ന് പുനർജന്മത്തിൽ രക്ഷപ്പെടും. പക്ഷേ ഈ പുനർജന്മം ഹിന്ദുക്കളുടേത് രസകരമായ ഒരു സംഭവമാണ്. ഉദാഹരണത്തിന്, ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാർ അടുത്ത ജന്മത്തിൽ പെൺകുട്ടികളായി ജനിക്കും. എന്നിട്ട് നല്ല അടിക്കുന്നൊരു ഭർത്താവിൻ്റെ ഭാര്യയാവും. ഈ ജന്മത്തിൽ ഭാര്യ കൊടുത്ത മുഴുവൻ അടിയും പലിശ സഹിതം അടുത്ത ജന്മത്തിൽ വാങ്ങിച്ചിട്ട് പിന്നെ ഈ ആൾ രക്ഷപ്പെടുകയുള്ളൂ. എന്തോ ഒരു ഉഗ്രൻ പുനർജന്മമാണെന്നറിയോ. ഇത് ഭാഗവത സപ്താഹത്തിൽ കേൾക്കുന്ന ഭക്തൻ അന്ന് ഭാര്യ അടിക്കുന്ന നിർത്തും. കാര്യം ഇതുവരെ അടിച്ചതിൻ്റെ പലിശ വാങ്ങിച്ചാൽ മതിയല്ലോ, ഇനി അടിച്ചിട്ട് അതിൻ്റെയും കൂടെ പലിശ അടുത്ത ജന്മത്തിൽ വാങ്ങിക്കണ്ടല്ലോ എന്നവൻ അപ്പോഴേ തീരുമാനിക്കും.
അപ്പോൾ നമ്മുടെ ബാങ്ക് കൊണ്ട് പൈസ ഇട്ട 8% പലിശയാണ്. ഈ വിഷ്ണു ഭഗവാന്റെ പലിശ എത്ര ഞാൻ ഇതുവരെ പരിശോധിച്ച് ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ല. വിഷ്ണു ഭഗവാന്റെ പലിശ എത്രയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ ജന്മത്തിലെ അടി അടുത്ത ജന്മത്തിൽ കൈകെട്ടിയിരിക്കും. മനുഷ്യൻ എപ്പോഴും ഭാര്യ അടിക്ക് നിർത്തും. കാര്യം ഈ അടി വാങ്ങിക്കണ്ടല്ലോ, പുനർജന്മത്തിൽ വാങ്ങിക്കണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം വായിക്കുകയാണ്. എന്താണ്? ഭരതരാജാവ് ഭരണമൊക്കെ അവസാനിപ്പിച്ച് തപസ്സനുഷ്ഠിക്കാൻ പോയി. തപസ്സനുഷ്ഠിക്കാൻ പോയപ്പോൾ ഒരു ഗർഭിണിയായ ഒരു കലമാനെ സിംഹം ഓടിക്കുന്നു. അപ്പോൾ കലമാനെ രക്ഷിക്കാൻ വേണ്ടി ഇയാൾ പെട്ടെന്ന് ആയുധമൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പോഴത്തേക്ക് ഈ കലമാനെടുത്ത് സിന്ധു നദി ചാടി. പക്ഷേ ഒരു ഫുൾ സ്പീഡിലൊരു പൂർണ്ണ ഗർഭിണി ഓടിയില്ലേ, അതുകൊണ്ട് കലമാൻ ചത്തുപോയി. പക്ഷേ കുഞ്ഞ് രക്ഷപ്പെട്ടു. കുഞ്ഞിനെ എടുത്ത് ഈ ഭരതൻ വളർത്തി. നല്ല കാര്യമാണ് ഒരു കലമാനെ വളർത്തുന്നത്. പക്ഷേ ഈശ്വരനെ പറ്റി ചിന്തിക്കുന്നതിന് കൂടുതൽ സമയം അയാൾ ഈ കലമാൻ കുട്ടിയെപ്പറ്റി ചിന്തിച്ചു. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഭരതരാജാവ് ഒരു കലമാൻ കുട്ടിയെ ജനിച്ചു. ഇതാണ് ഭാഗവതത്തിൽ പറയുന്ന പുനർജന്മ കഥ. ഗജേന്ദ്രമോക്ഷത്തിലെ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, മുതല പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, ആ മുതല പൂർവ്വജന്മത്തിൽ ഈ നദി കുളിക്കാൻ ഇറങ്ങുന്ന സന്യാസിമാരുടെ വെള്ളത്തിൽ കൂടെ ചെന്ന് മുക്കിളിയിട്ട് എന്ന് കാലെ പിടിച്ച് വലിക്കും. അതിന് കിട്ടിയ പൂർവ്വജന്മമാണ് വെള്ളത്തിനടിയിൽ പോയി കാലെ പിടിക്കുന്ന മുതലയായിട്ട് ജനിച്ച്. രസകരമായ പുനർജന്മമാണ്. അപ്പോൾ ഈ കലമാൻ കുട്ടിയെ വളർത്തിയ കാരണം ഭരതരാജാവ് അടുത്ത ജന്മത്തിൽ കലമാൻ കുട്ടിയായിട്ട് ജനിച്ചു. അപ്പോൾ പോമറേനിയൻ പട്ടിക്കുട്ടിയെ മടിയിൽ വെച്ച് ഉമ്മ കൊടുത്തുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ ആ സ്ത്രീ പോമറേനിയൻ പട്ടിക്കുട്ടിയെ ജനിക്കും. ഇതാണ് പുനർജന്മം. നല്ല പുനർജന്മമാണ്. അപ്പോൾ എന്തിനാണ് ഈ പുനർജന്മ കഥ പറയുന്നത്? പുനർജന്മ കഥ പറയുന്നത് ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ അടുത്ത ജന്മത്തിൽ ഇന്നതാവുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ തെറ്റുകൾ ഈ മനുഷ്യൻ ഈ ജന്മത്തിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പുനർജന്മ കഥ. അപ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തൊരു മതക്കാരെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന മതക്കാരെ കളിയാക്കളരുത്. എന്തൊരു പൊട്ടത്തരോടാ പുനർജന്മം, അതെവിടെയാണ്? പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം മറ്റവരെ കളിയാക്കളരുത്. എടാ നീയൊക്കെ പോയി മില്യൺസ് ഓഫ് ഇയേഴ്സ് നരകത്തിൽ കിടക്കോടാ, കളിയാക്കേണ്ട വല്ല കാര്യമുണ്ട്? മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ ചില കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുന്നത്, അതിന് ഹിന്ദു മുസ്ലിമിനെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? അതവൻ്റെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഈ പരസ്പരം കളിയാക്കുന്ന പരിപാടി അപകടം പിടിച്ച ഒരു പരിപാടിയാണ്, വളരെ പ്രത്യേകമായ ഒരു പരിപാടി. എന്നാൽ വളരെ ശ്രദ്ധേയമായി മറ്റു മതങ്ങളിലൊക്കെ ദൈവം സെപ്പറേറ്റ്, മനുഷ്യൻ സെപ്പറേറ്റ്. ഹിന്ദുമതത്തിലോ? ഹിന്ദുമതത്തിൽ അങ്ങനെയല്ല. ഋഗ്വേദത്തിൽ തുടങ്ങി മഹാഭാരതത്തിൽ വേദവ്യാസൻ വ്യാഖ്യാനിച്ച്, പിന്നെ മലയാളിയായ ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ, അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ അദ്വൈത സിദ്ധാന്തം ഉണ്ടാക്കി. ഈശ്വരനും മനുഷ്യനും ഒന്നാണ്. പരമാത്മാവായ ഈശ്വരൻ ഒരു ഭാഗം ഭൂമിയിൽ വന്ന് നമ്മുടെ ജീവാത്മാവായി ജീവിക്കുന്നു. ഈ ജന്മത്തിന് ശേഷം ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു, മോക്ഷം കിട്ടുന്നു. സുന്ദരമായൊരു പരിപാടിയാണ് അദ്വൈതം. മനുഷ്യനും ദൈവവും ഒന്നാണ് എന്ന തത്വം. ഇത് അസാധാരണമായ സത്യമാണ്. അപ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമും കളിയാക്കും, ദൈവവും മനുഷ്യനും ഒന്നാണ്. എന്തൊരു വിവരക്കേടായത്! ഈ പറയുന്നതിനാണ് വിവരമില്ലാത്തത്. ലോകത്തിലെ പ്രപഞ്ചത്തിലെ എനർജി എന്ന് പറയുന്നത് കോമണാണ്. അതിലെ പരമാത്മാവിൻ്റെ എനർജിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ എനർജി. ആ മനുഷ്യൻ ശ്രദ്ധേയമായിട്ട് വന്ന് ലയിക്കുകയാണ്. അപ്പോൾ അത് ഒരു മതക്കാരെ മറ്റൊരു മതത്തെ ദുഷിച്ച് കളയരുത്. നമ്മളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഈശ്വരൻ്റെ അനന്തമായ ആ കൃപയുടെ അല്ലെങ്കിൽ കരുണയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായി ജോയിൻ ചെയ്യും, ഈശ്വരനാകുന്ന പ്രകൃതിയുമായി ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് അദ്വൈത സിദ്ധാന്തം. ഒരു മതം മറ്റൊരു മതത്തെ കളിയാക്കരുത്. ഒരു മതത്തിന് മറ്റൊരു മതത്തെ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ കളിയാക്കൽ എന്ന് പറയുന്ന സംഭവം. ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന പ്രസിദ്ധമായ സംഭവം. ഹിന്ദുമതത്തിലെ പ്രസിദ്ധമായ മായാവാദം. എന്താണ് ഈ മായ? ഒന്നുമില്ലാത്തത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഭയങ്കര കളിയാക്കലാണ് ചില മതങ്ങൾക്ക് മായാ സിദ്ധാന്തം. ശങ്കരാചാര്യർ ഇത് പറഞ്ഞ സമയത്ത് അന്നത്തെ കോഴിക്കോട്ടെ രാജാവ്, ആ രാജാവിനെ ശങ്കരാചാര്യനെ കാണുമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ശങ്കരാചാര്യരോട് ചെന്നപ്പോൾ ഈ രാജാവ് എന്താണെന്നറിയാമോ? ഒരു മതയാനയെ തുറന്നു വിട്ടു ശങ്കരാചാര്യർക്കെതിരെ. ശങ്കരാചാര്യ ചാടി ഒരു മരത്തിൽ കയറി രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയെ തളയ്ക്കാൻ പറഞ്ഞു. ആനയെ തളച്ചു. ശങ്കരാചാര്യ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി നേരെ രാജാവിൻ്റെ അടുത്ത് വന്നു. രാജാവ് പറഞ്ഞു, ശങ്കരാ, എല്ലാം മായയല്ലേ, പിന്നെ ഇതിനെ ആനയെ കണ്ടപ്പം മരത്തിനോടെ കയറിയേ? ശങ്കരാചാര്യ പറഞ്ഞു, അങ്ങ് ആനയെ തുറന്നു വിട്ടെന്ന് അങ്ങേക്ക് തോന്നുന്നത് മായ, ഞാൻ അങ്ങയുടെ നേരെ വരുന്ന അങ്ങേക്ക് തോന്നുന്നത് മായ.
ഞാൻ മരത്തെ കേടുന്ന അങ്ങേക്ക് തോന്നുന്നത് മായ, ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് അങ്ങേക്ക് തോന്നുന്നത് മായ, ഞാൻ അങ്ങയുടെ അടുത്ത് എത്തുന്ന അങ്ങേക്ക് തോന്നുന്നത് മായ. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കാമല്ലോ, അങ്ങ് പറയുന്നത് എനിക്കും കേൾക്കാമല്ലോ. ശങ്കരാചാര്യ പറഞ്ഞു, അത് വെറും ശബ്ദമായെന്ന് പറഞ്ഞു. പിന്നെ വല്ലതും പറയാൻ പറ്റുമോ? സംഗതി നിന്നുപോയി. അപ്പോൾ എന്താണ് ഈ മായാസിദ്ധാന്തം? മായാസിദ്ധാന്തം ഞാൻ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് ചിന്മയാനന്ദ സ്വാമി പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ അന്നൊരു 10 ഹാർവാർഡിലെ പ്രൊഫസർമാർ കേരളം കാണാൻ വന്നു. അപ്പോൾ ഗവൺമെൻറ് എന്നെ അപ്പോയിൻ്റ് ചെയ്തു ഇവരുടെ 6 ദിവസത്തെ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഹിന്ദു സന്യാസിയെ കാണണം. അപ്പോൾ യുവന്മാരുണ്ടല്ലോ, അവന്മാരുടെ മനസ്സിലൊരു പുച്ഛം വെച്ചിട്ട് കൗബീനധാരിയായ അർത്ഥനഗ്നനായ ഒരു സന്യാസി രുദ്രാക്ഷമാലയിട്ട് ചാമ്പൽ പൂശിക്കുന്ന സന്യാസിയെ കാണാൻ യുവന്മാരുടെ അടുത്ത് ആവശ്യപ്പെട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ച യുവന്മാർക്കൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. അന്ന് പുത്തരിക്കണ്ടം പോയത് ചിന്മയാനന്ദ സ്വാമി പ്രസംഗിക്കാൻ. അപ്പോൾ ഞാൻ സംഘാടകരെ വിളിച്ച് പറഞ്ഞു, സ്വാമിജിയോട് പറഞ്ഞേക്കണം, ഞാൻ ഈ ഹാർവാർഡിലെ പ്രൊഫസർമാരെ കൊണ്ട് മുമ്പിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം സംഘാടകർ ഞങ്ങൾക്ക് ഫ്രണ്ടിലൊരു 7 സീറ്റ് റെഡിയാക്കി തന്നു. ചിന്മയാനന്ദ സ്വാമി ഒന്ന് പെർഫെക്റ്റ് ഇംഗ്ലീഷിലങ്ങ് തുടങ്ങി. യുവമാർ അമ്പരന്ന് പോയി. ഒരു കൗബീനോടുന്ന സ്വാമിയെ കാണാൻ വന്ന യുവമാർ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ തകർക്കുന്നു ചിന്മയാനന്ദ സ്വാമികൾ. അവരെ 5 മിനിറ്റ് കണ്ടിട്ട് വന്നവന്മാർ 1 മണിക്കൂറെടുത്ത് പ്രസംഗമെല്ലാം കേട്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്വാമിജി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ തന്നെ അകത്തോട്ടും SIയെ പറഞ്ഞു വിട്ടു. മീറ്റിംഗ് കഴിയുമ്പോൾ ഇവർക്കൊന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് അകത്ത മുറിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഹാർവാർഡിലെ പ്രൊഫസർമാരെ കൊണ്ടുചെന്നു. അവർ പറഞ്ഞു, സ്വാമിജി യു പീപ്പിൾ സേ ദാറ്റ് ദർ ഇസ് മായ. വാട്ട് ഈസ് മായ? കാൻ യു ഡിഫൈൻ ഇറ്റ്? ചിന്മയാനന്ദ സ്വാമി എന്തെന്നറിയാമോ? പെട്ടെന്ന് കൈ ഇങ്ങനെ കാണിച്ചു. അപ്പം മുകളിലത്തെ ലൈറ്റിൽ ഈ കൈയുടെ ഷാഡോ താഴെ വീണു. Can you see the shadow? Yes. Can you remove it? No. Can you touch it? No. But is it there? It is there. അതാണ് മായ. ഈ ഫിസിക്സിൻ്റെ പ്രൊഫസർ അമ്പരന്ന് പോയി. നിഴലില്ലെന്ന് പറയാൻ പറ്റുമോ? നിഴലിനെ മാറ്റാൻ പറ്റുമോ? നിഴലിനെ തൊടാൻ പറ്റുമോ? പക്ഷെ നിഴലുണ്ടല്ലോ. അപ്പോൾ ഫിസിക്സ് പ്രൊഫസർ ചൊല്ലിട്ട് പോയി. അപ്പോൾ ഒരുത്തനും മനസ്സിലാവാത്തത്, ഹാർവാർഡിലെ പ്രൊഫസർ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മായാസിദ്ധാന്തത്തെ കളിയാക്കാൻ പറ്റുമോ? കളിയാക്കാൻ പറ്റിയല്ല. ഇപ്പോൾ ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുന്നു, ശങ്കരാചാര്യർ പറഞ്ഞതാണ് ശരി. വേദവ്യാസൻ മഹാഭാരതത്തിൽ പറയുന്ന മായയാണ് ശരി. ഭാഗവതത്തിൽ പറയുന്ന മായാസുരൻ കറക്റ്റ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഞാനിരിക്കുന്ന ഈ കസേര, എൻ്റെ ശരീരവും ഈ മൈക്കുമൊക്കെ ആറ്റം കൊണ്ടുണ്ടാക്കപ്പെട്ടാണ്. ആറ്റത്തിൻ്റെ 99.99% വേക്കൻ്റാണ്. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും കൂടിയാൽ 0.01 ഉള്ളൂ. സൗരയൂഥം എടുത്താൽ സൂര്യനും ഗ്രഹങ്ങൾ എല്ലാം കൂടെ കൂടിയാൽ സൗരയൂഥത്തിൻ്റെ 0.013 ഉള്ളൂ. ബാക്കി 99.99% ശൂന്യം. പ്രപഞ്ചം മുഴുവൻ എടുത്താലോ? പ്രപഞ്ചം മുഴുവൻ എടുത്താൽ 99.99999 12 എടുത്താലും ശൂന്യമാണ് പ്രപഞ്ചം. ഇനി നമ്മളീ കാണുന്ന മാറ്റർ എന്ന മാറ്ററാണോ? അല്ല. ഈ മാറ്റർ ആൽബർട്ട് ഐൻസ്റ്റൈൻ E=mc² തിയറി അനുസരിച്ച് നാളെ പ്രകാശമായിട്ടോ ചൂടായിട്ടോ എനർജി ആയിട്ടങ്ങ് പോവും. ഇനി എനർജിയായി നമ്മൾ കാണുന്ന പ്രകാശം അല്ലെങ്കിൽ ചൂട് നാളെ മാറ്ററായി മാറാം. ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ അനുസരിച്ച്, ഷ്രോഡിംഗേഴ്സ് തിയറം അനുസരിച്ച് എനർജിയെ മാറ്ററായി മാറ്റാം. മാറ്റർ എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയിഡ്, ബട്ട് മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് എനർജി, എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു മാറ്റർ. കഴിഞ്ഞ കൊല്ലത്തെ നോബൽ സമ്മാനം കിട്ടിയത് നോർവീജിയൻ ശാസ്ത്രജ്ഞന്മാർക്കാണ്. എന്താണ് അവരുടെ തിയറി? യൂണിവേഴ്സ് ഈസ് അൺറിയൽ. നമ്മളീ കാണുന്ന പ്രപഞ്ചം ഇവിടെങ്ങും ഇല്ല, അൺറിയൽ. നോബൽ സമ്മാനം കിട്ടി കഴിഞ്ഞ കൊല്ലം. വേദവ്യാസനും ശങ്കരാചാര്യരും പറഞ്ഞെടുത്ത് ഇപ്പം ശാസ്ത്രം നിന്നു. അതുകൊണ്ട് ഈ മായാവാദം പറഞ്ഞ ശങ്കരാചാര്യരെ ഹിന്ദുമതത്തെ കളിയാക്കാൻ പറ്റുമോ? കളിയാക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് അങ്ങനെയൊക്കെ തോന്നി. ഇപ്പോൾ എന്ത് പറ്റി? അത് വീണ്ടും ശങ്കരാചാര്യർ പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ ഒരു മതം മറ്റൊരു മതത്തെ കളിയാക്കാൻ പാടില്ല. ഗ്രഹിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. മതങ്ങൾ തമ്മിൽ കളിയാക്കി കൊച്ചാക്കി മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മതങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ ഈ മതങ്ങൾ കൂട്ടിയടിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥ ഭയങ്കരമാണ്, ഭയങ്കരം. യഹൂദ മതത്തെ റോമാ സാമ്രാജ്യം പിടിച്ചാൽ നോക്കി AD 71
ജെറുസലേമും കപ്പർനഹൂമും അടിച്ച് തകർത്ത് നശിപ്പിച്ച് യഹൂദന്മാരെ ലോകം മുഴുവൻ ഓടിച്ചു. ബാർക്കോബായുടെ വിപ്ലവം ഉണ്ടായി AD 335. തകർത്ത് യഹൂദന്മാരെ കൊന്നൊടുക്കിയവന്മാർ. യേശുക്രിസ്തുവിനെ കുരിശിലൊക്കെ യഹൂദന്മാരെ ശരിയാക്കണമെന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു. കുരിശ് യുദ്ധം AD 1095 മുതൽ 1204 വരെ 12 കുരിശുദ്ധം ഉണ്ടായി. 2.5 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, 1.5 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. കുരിശുദ്ധം. കർത്താവ് കുരിശ് തൂങ്ങി കുരിശ് ഉപയോഗിച്ചിട്ട് മനുഷ്യനെ കൊല്ലുകയാണ്. കുരിശും പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ കൊല്ലുന്നത്. കുരിശുദ്ധം. ഫെർണാൻഡ് ഇസബെല്ല സ്പെയിനും പോർച്ചുഗലും പിടിച്ചടക്കി. 2 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്ത് അവസാനം ഓട്ടോമൻ തുർക്കികൾ പറഞ്ഞു, നിങ്ങളെല്ലാം ഇഞ്ഞ് പോരെ, അബ്രഹാമിൻ്റെ മക്കളല്ല ഇഞ്ഞ് വന്നോളാൻ പറഞ്ഞു. ഈ യഹൂദന്മാരെ മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിലും ഇസ്രായേലിൻ്റെ അടുത്തും കൊണ്ട് താമസിപ്പിച്ചു. നെപ്പോളിയൻ്റെ കാലത്ത് കൂട്ടക്കൊല. നെപ്പോളിയനെ യുദ്ധം ചെയ്യാൻ വരുന്ന സൈന്യത്തിന് പൈസ വേണം. ഇംഗ്ലണ്ടിൽ നിന്നിട്ട് പൈസ കടത്താൻ വയ്യ. അപ്പോൾ യഹൂദന്മാരുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, റോസ്ചൈൽഡ്. അവനാണ് ഈ ഇസ്രായേൽ കൊടുത്തത്. റോസ്ചൈൽഡ് അയാൾ പറഞ്ഞു, ഞാൻ പൈസ തരാം, നിങ്ങളിങ്ങനെ സ്വർണം തന്നാൽ അത് ഞാൻ അപ്പുറത്തെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർ റോസ്ചൈൽഡിന് സ്വർണം കൊടുത്തു. റോസ്ചൈൽഡ് കുറേ സ്വർണം കൊണ്ട് ഫ്രാൻസിൻ്റെ തീരത്ത് വന്നിറങ്ങി. കസ്റ്റംസ് പിടിച്ചു. കസ്റ്റംസ് ചോദിച്ചു, നിങ്ങളിതിനെ എന്നെ പിടിക്കുന്നത്? നിങ്ങളുടെ രാജ്യത്തോട് ഞാൻ സ്വർണം കൊണ്ടുവരികയാണ്, നിങ്ങളുടെ രാജ്യത്തെ സമ്പന്നമാക്കല്ലേ ഞാൻ, നിങ്ങളിതിനെ എന്നെ പിടിക്കുന്നതെന്ന് ചോദിച്ചു. ഫ്രഞ്ചുകാർ ആലോചിച്ച് നോക്കി, ശരിയാണല്ലോ ഇവൻ പറയുന്നത്, സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലേ. ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ സ്വർണ്ണം പിടിക്കുന്ന കസ്റ്റംസുകാരോട് ചോദിച്ചാൽ അവർക്ക് തലയിൽ കയറുമോ? കയറത്തില്ല. സ്വർണ്ണം ഇങ്ങോട്ടൊന്നും നമുക്ക് നല്ലതാണ്. അപ്പോഴേ കള്ളക്കടത്തുനിന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടായി. ഫ്രഞ്ചുകാർ പറഞ്ഞ് ഇറക്കൊള്ളാൻ പറഞ്ഞു. ഇവന്മാർ ഈ സ്വർണ്ണം അവിടെ വിറ്റിട്ട് ഫ്രഞ്ച് നാണയം ഫ്രാങ്ക് കൊണ്ടുകൊടുത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന് കൊടുത്തു, സൈന്യത്തിന് കൊടുക്കാൻ വേണ്ടി. ഇത് നെപ്പോളിയന് മനസ്സിലായി. നെപ്പോളിയൻ യുവന്മാരൊരു 4 ലക്ഷം എണ്ണത്തെ ഫിനിഷ് ചെയ്തു, കൊന്നുപോൽ. ഹിറ്റ്ലർ വന്നു, 60 ലക്ഷം യഹൂദന്മാരെ കൊന്നിറക്കി. 60 ലക്ഷം പേര്. ഇവനെല്ലാം ഞാൻ കത്തോലിക്കനാണ് കേട്ടോ. ഫെർണാൻഡ് ഇസബെല്ല കത്തോലിക്കനാണ്, ഹിറ്റ്ലർ കത്തോലിക്കനാണ്, നെപ്പോളിയൻ കത്തോലിക്കനാണ്, ഫ്രാങ്കോ കത്തോലിക്കനാണ്, മുസോളിനി കത്തോലിക്കനാണ്. ഈ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തവന്മാർ മുഴുവൻ ക്രിസ്ത്യാനി കത്തോലിക്കന്മാരാണ്. ഓരോ തവണ കൂട്ടക്കൊല നടത്തുമ്പോഴും മുസ്ലിങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വസ്ത്രവും കൊടുത്ത് വീടും വെച്ചു കൊടുത്ത് ഈ യഹൂദന്മാരെ രക്ഷിച്ച്. അങ്ങനെ 5 ലക്ഷത്തോളം യഹൂദന്മാരെ രക്ഷിച്ചവന്മാർ ഇസ്രായേലിൽ വന്ന് മുസ്ലിങ്ങളുടെ കാരണത്തിൽ ജീവിച്ചവന്മാരാണ്. അവന്മാരാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്നത്, തിരിച്ചു കൊന്നെടുക്കുന്നത്. നന്ദിയില്ലാതെ കൊന്നെടുക്കുകയാണ്. അത് പോട്ടെ. അപ്പോൾ കൂട്ടക്കൊല, യഹൂദന്മാരെ കൂട്ടക്കൊല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യുദ്ധം ചെയ്തു, കൂട്ടക്കൊല. ലോകത്തിൽ എപ്പോഴൊക്കെ മതങ്ങൾ കൂട്ടിയടിച്ചിട്ടുണ്ടോ അവിടെ മുഴുവൻ കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാതെ ഒരുമിച്ച് സ്നേഹോദരമായി ജീവിക്കണം. എല്ലാ മതങ്ങളും സ്നേഹമാണ് ഘോഷിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. ഇതുതന്നെയാണ് ഇന്ത്യയുടെ പുരാണങ്ങൾ പറഞ്ഞത്. സ ഈശ്വര അന്തർവചനീയ പ്രേമസ്വരൂപ. ഈശ്വരൻ്റെ രൂപം പ്രേമം, സ്നേഹമാണ് എന്നാണ്. ആ സ്നേഹമാണ് കുമാരനാശാൻ അവസാനം സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞ സ്നേഹം ഇന്ത്യൻ പുരാണങ്ങളിൽ എടുത്തിട്ടുള്ളതാണ്. എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. എവിടുന്നാണ്? ഇന്ത്യയുടെ പുരാണങ്ങളിൽ നിന്നാണ്. ന ജനം ന ധനം ന സുന്ദരി കവിതാം വാ കാമലേശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തരഹേ ഗീതോയ. ഈ സംസ്കൃത ശ്ലോകമാണ് യേശുക്രിസ്തു പറയുന്നത്. മുടിനായപുത്രൻ്റെ കഥ ബുദ്ധഭഗവാൻ മാങ്കുകുരുവിൽ ചെയ്ത പ്രസംഗമാണ്. യേശുക്രിസ്തു മുടിനായപുത്രൻ്റെ കഥയെടുത്ത് വേദപുസ്തകത്തിൽ സെർമൺ ഓൺ ദ മൗണ്ടിൻ്റെ ഭാഗമാക്കി. ബുദ്ധമതത്തിലെ ഉപഗുപ്തൻ ചണ്ഡാല സ്ത്രീയിൽ നിന്ന് വെള്ളം വാങ്ങിക്കുന്നു. കുമാരനാശാൻ ചണ്ഡാല ഭിക്ഷുക്ക് എഴുതിയ സംഭവം അതാണ് യേശുക്രിസ്തു സമരിയാക്കാരി സ്ത്രീയുടെ നിന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്ന ചരിത്രമായി മാറുന്നത്. ഒരു മതത്തിൽ കാണുന്ന കഥ വേറൊരു മതത്തിൻ്റെ പുസ്തകത്തിൽ അതുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മതവും മറ്റൊരു മതത്തേക്കാൾ ശ്രേഷ്ഠമല്ല. ഒരു മതത്തിനും മറ്റൊരു മതത്തിനെ തിയോളജിയോ ഫിലോസഫിയോ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റിയല്ല. അതാണ് ഗുരുദേവൻ പറയുന്നത്, പൊരുതി ജയിപ്പത സാധ്യം. ഒരു മതം മറ്റൊരു മതത്തെ പൊരുതി തോൽപ്പിക്കാൻ പറ്റിയല്ല. വാക്ചാതുര്യം തോൽപ്പിക്കാൻ പറ്റിയല്ല, യുദ്ധത്തിലും തോൽപ്പിക്കാൻ പറ്റിയല്ല. ഇത് മതങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ മതങ്ങൾ ചോരക്കോഴി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്.
ഗുരുദേവൻ്റെ മഹത്തായ സർവമത ദർശനം. മതമേതായാലും മനുഷ്യൻ നന്നായ മതി. സർവമത സമ്മേളനത്തിൻ്റെ അവിടെ ഗുരുദേവൻ എഴുതി വെച്ചതാണ്. മതമേതായാലും മതി, മനുഷ്യൻ നന്നായാലും. മനുഷ്യൻ നന്നാകുകയാണ് മതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ മനുഷ്യനെ വിരോധം കൂത്തി നിറച്ച് യുദ്ധം ഉണ്ടാക്കുന്നതല്ല മതങ്ങളുടെ പർപ്പസ്. ആണ് ഗുരുദേവൻ പറഞ്ഞ മഹത്തായ സർവമത ഐക്യത്തിലേക്ക് എത്താൻ ഈ വിഷയം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗത്തിന് സമയം അതിക്രമിച്ച് 1:30 തീരേണ്ടതായിരുന്നു. അതിക്രമിച്ച് പോയി ക്ഷമിക്കണം. മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമില്ലാതെ സ്പർദ്ധയില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എനിക്ക് ഭൂമിയിൽ കഴിയട്ടെ എന്നും ഇപ്പോൾ മതങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധത്തിൻ്റെ ചോരക്കര എത്രയും പെട്ടെന്ന് നിർത്താൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.